कृपा पूर्ण जय जय राधे जलधर समनील वर्ण जय जय कृष्णा 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 गौरवर्ण कृपा पूर्ण जय जय राधे गौरवर्ण कृपा पूर्ण युगल रूप मंगलमय कुंज विहारी 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 गिरिधर प्रभु प्रेम रस रास विहारी गिरिधर प्रभु प्रेम रस रास विहारी युगल रूप मंगलमय कुंज 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 विहारी गिरिधर प्रभु प्रेम रस रास विहारी गिरिधर प्रभु प्रेम रस रास जलधर समनील वर्ण जय जय कृष्णा जलधर समनील वर्ण जलधर समनील वर्ण जय जय कृष्णा जलधर समनील वर्ण जय जय गौरवर्ण कृपा पूर्ण जय जय राधे गौरवर्ण कृपा पूर्ण जय जय राधे युगल रूप मंगलमय कुंज विहारी 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 गिरिधर प्रभु प्रेम रस रास 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 विहारी जय जय कृष्णा जय जय राधे 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 जय जय कृष्णा सर्वत्र गोविंद नाम संकीर्तനം യുവനാശ്വന്റെ പുത്രൻ മാന്ധാതാവ് മാന്ധാതാവിന് 3 പുത്രന്മാരും 50 പുത്രിമാരും ആ 3 പുത്രന്മാരിൽ ഒരാളാണ് മുചുകുന്ദൻ മുചുകുന്ദന്റെ കഥ നമ്മൾ നാളെ കൃഷ്ണന്റെ കഥ പറയുമ്പോൾ കേൾക്കും ആ സമയത്ത് മാന്ധാതാവ് രാജ്യം ഭരിക്കുന്ന സമയത്ത് സൗഭരി എന്ന പേരായിട്ടുള്ള മഹർഷി തപസ് ചെയ്തിരുന്നു അദ്ദേഹം യമുനാ നദിയിൽ മുങ്ങിക്കിടന്നുകൊണ്ടാണ് തപസ് ചെയ്തിരുന്നത് അങ്ങനെ അദ്ദേഹം തപസ്സിനിടയ്ക്ക് ഒന്ന് കണ്ണു തുറന്നു വെറുതെ ഒന്ന് റിലാക്സ് ചെയ്തതാണ് ആ സമയത്ത് അദ്ദേഹം വെള്ളത്തിന്റെ അടിയിലായത് കാരണം മത്സ്യങ്ങളെയൊക്കെ അങ്ങനെ അദ്ദേഹം കണ്ടു അപ്പോൾ മത്സ്യങ്ങളുടെ ജീവിതം കൗതുകപൂർവ്വം അദ്ദേഹം വീക്ഷിച്ചു അപ്പോൾ നല്ല രസം ആൺമത്സ്യം പെൺമത്സ്യം കുട്ടികൾ മത്സ്യം ഫാമിലി ആയിട്ട് അവർ ടൂറ് പോകണോ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ വലിയ രസമായിട്ട് അവർ കുടുംബജീവിതം നയിക്കുന്നു അപ്പോൾ സൗന്ദര്യ മനുഷ്യന് തോന്നി താനിങ്ങനെ കുടുംബജീവിതമൊക്കെ ഉപേക്ഷിച്ച്
ഈ വെള്ളത്തിൽ കിടന്ന് തപസ് ചെയ്തത് ശരിയായില്ല. കുടുംബജീവിതം ആസ്വദിക്കേണ്ടതാണ്. മത്സ്യങ്ങളെ കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് തോന്നിയത്. അദ്ദേഹത്തിന് തോന്നിയാൽ പിന്നെ അതവിടെ സാധിക്കണം. വേഗം അവിടുന്ന് അവിടെ പോന്നു. നേരെ കൊട്ടാരത്തിലേക്കാണ് പോയത്. മാന്ധാതാവാണ് രാജാവ്. അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് വിവാഹം കഴിക്കണം, ഒരു കുട്ടിയെ തരണം എന്ന് പറഞ്ഞു. അങ്ങയുടെ മകളെ വിവാഹം കഴിച്ചു തരണം. അപ്പോൾ രാജാവിനൊരു മടി. രാജാവ് എന്ത് പറഞ്ഞു? മഹർഷിയോട് അപ്രിയം പറയാനും പറ്റും. മഹർഷിയോട് പറഞ്ഞു, അന്തഃപുരത്തില് എൻ്റെ കുട്ടികളുണ്ട്, അങ്ങ് പോയി ചോദിച്ചോളൂ, ആർക്കെങ്കിലും അങ്ങനെ ഇഷ്ടമാവുകയാണെങ്കിൽ വിവാഹം ചെയ്തു തരാം. അപ്പോൾ ഇദ്ദേഹം അന്തഃപുരത്തിലേക്ക് പോവുകയാണ്. ഇദ്ദേഹത്തിന് മനസ്സിലായി രാജാവിൻ്റെ പ്രശ്നം. ഇദ്ദേഹം തപശക്തി കൊണ്ട് യുവാവായിട്ടുണ്ട്, അതിസുന്ദരനായിട്ട് തീർന്നു. അങ്ങനെ അന്തഃപുരത്തിൽ ചെന്ന് പറഞ്ഞു, ഇതാ കുട്ടികളെ, നിങ്ങളെ വിവാഹം കഴിക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. രാജാവ് പറഞ്ഞു, ആർക്കെങ്കിലും ഇഷ്ടമാണെങ്കിൽ അവരെ വിവാഹം കഴിച്ചോളാം. ആർക്കാണ് താല്പര്യമെങ്കിൽ എൻ്റെ കൂടെ പോരാം. 50 പേരും 50 പേരും പറഞ്ഞു. അപ്പോൾ സൗഭരി ഒരു ബുദ്ധിമുട്ടില്ല, 50 പേരോടും പറഞ്ഞു പോകണം പറഞ്ഞു. അങ്ങനെ സൗഭരി 50 കുട്ടികളെ വിവാഹം കഴിച്ചു. ഗംഭീരമായിട്ടുള്ള ജീവിതം. അങ്ങനെ അതിൽ കുറെ കുട്ടികളുണ്ടായി. പിന്നെ അവര് വിവാഹം ചെയ്തിട്ട് അങ്ങനെ ബന്ധുക്കള്, മക്കളുടെ മക്കള് ഇങ്ങനെ 10,000 ബന്ധുക്കളായി. അങ്ങനെ ആയി. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആലോചിച്ചു, താൻ മുമ്പ് തപസ് ചെയ്തതാണല്ലേ, അപ്പൊ എങ്ങനെ ഇത്രയും വലിയൊരു ബന്ധനത്തിലായത്? അപ്പൊ ആലോചിച്ചു അദ്ദേഹം. ആ ഒരു നിമിഷത്തെ ആ മത്സ്യങ്ങളുടെ കുടുംബജീവിതം ഒന്ന് വീക്ഷിച്ചതാണ് ഇപ്പൊ ഇതൊക്കെ കാരണം. അതുകൊണ്ട് അദ്ദേഹം പാട്ട് പാടി എന്നാണ്, ആരും ഈ ഇന്ദ്രിയങ്ങളെ അശ്രദ്ധമായിട്ട് കെട്ടഴിച്ചു വിടരുത്. സംഘം ഉണ്ടാവാൻ വളരെ എളുപ്പമാണ്. വെറുതെ ഒരു നേരം പോക്കിന്, അങ്ങനെയാണല്ലോ ഓരോ സ്വഭാവങ്ങൾ തുടങ്ങണത്. ഒരു നേരം പോക്കിന് തുടങ്ങണതാ, അത് പിന്നെ അതിനടിമയായിട്ടില്ല. അതുകൊണ്ട് ഈ ഇന്ദ്രിയങ്ങളെ വിശ്വസിക്കരുത്, മനസ്സിനെ വിശ്വസിക്കരുത്. ഈ സംഘം എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കും. അതുകൊണ്ട് ഏകാഗിയായിട്ട് എല്ലാത്തിൽ നിന്നും വിട്ട് ശ്രദ്ധയോടുകൂടി വസിക്കണം. എന്തിന് ആഗ്രഹമുള്ളവര്? ശ്രേയസിന് ആഗ്രഹമുള്ളവർ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് വീണ്ടും തപസ് ചെയ്യാൻ പോയി എന്നാണ്. അങ്ങനെ ഒരു കഥ. പിന്നെ ഹരിശ്ചന്ദ്രന്റെ കഥയൊക്കെ പറഞ്ഞു, നമുക്കറിവുള്ളതാണ്. ഇല്ലെങ്കിൽ അറിയാം, വഴികളുണ്ടല്ലോ ഇഷ്ടം പോലെ, അറിഞ്ഞാൽ മതി, ഇപ്പൊ പറയുന്നില്ല. ഏതായാലും പിന്നെ ഒരു രാജാവിന്റെ കഥ പറഞ്ഞു. സഗരൻ എന്ന് പേരായിട്ടുള്ള ഒരു രാജാവ്, അത് അദ്ദേഹം ഗരത്തോടു കൂടി ജനിച്ചു എന്നാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു രാജാവായിരുന്നു, സൂര്യവംശ രാജാവായിരുന്നു. അദ്ദേഹത്തിന് കുറെ ഭാര്യമാരുണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു യുദ്ധം വന്നപ്പോൾ അദ്ദേഹം തോറ്റു. അങ്ങനെ അദ്ദേഹം അവിടുന്ന് ഓടുക, കാട്ടിൽ അഭയം പ്രാപിച്ചു. കാട്ടിൽ പോയി ഭാര്യമാരെയും കൊണ്ട്. കാട്ടിൽ വെച്ച് ഈ രാജാവ് മരിച്ചു. അപ്പോ ചിതയൊക്കെ ഒരുക്കി ഒരു ഭാര്യ സതി അനുഷ്ഠിക്കാൻ പുറപ്പെടുക. അപ്പൊ ഔർവൻ എന്നു പേരായിട്ടുള്ള ഒരു മഹർഷി ഉണ്ട്. മഹർഷി തടഞ്ഞു. മഹർഷി പറഞ്ഞു, നീ ഗർഭിണിയാണ്, അതുകൊണ്ട് നീ മരിക്കാൻ പാടില്ല. അപ്പോഴാണ് ബാക്കിയുള്ളവരൊക്കെ മനസ്സിലാക്കിയത് ഇവള് ഗർഭിണിയാണ്. അപ്പോ ബാക്കിയുള്ള ഭാര്യമാർക്ക് ഭയങ്കര അസൂയായി. അവര് വിഷം കൊടുത്തു ഇവൾക്ക്. ഈ കുട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഔർവൻ എന്ന ആ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് ആ കുട്ടിയും മരിച്ചില്ല, കളയും മരിച്ചു. ആ ഗരത്തോടുകൂടി വിഷത്തോടുകൂടി ജനിച്ചവൻ എന്ന പേരിലാണ് സഗരൻ എന്ന പേര്. വലിയ ചക്രവർത്തിയായിട്ടിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒരു ഭാര്യയിൽ അദ്ദേഹത്തിന് ഒരു പുത്രൻ, മറ്റു ഭാര്യയിൽ 60,000 പുത്രന്മാർ. ഇങ്ങനെയാണ്. അസമഞ്ജസൻ എന്നാണ് ആ ഒരു പുത്രന്റെ പേര്. മറ്റു പുത്രന്മാരുടെ പേരൊന്നും പറയില്ല, അവരെയൊക്കെ സഗരന്മാര് എന്നാ പറയാ. അങ്ങനെ ഈ അസമഞ്ജസിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അയാളിങ്ങനെ കുറച്ച് വലുതൊക്കെ ആയപ്പോൾ ആള് വിവാഹം കഴിച്ചു. അയാൾക്കൊരു കുട്ടിയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അയാൾക്ക് കുറച്ച് ചീത്ത സ്വഭാവമൊക്കെ ഉണ്ട്. അത് പിന്നെയാണ് ആൾക്കാർ മനസ്സിലാക്കിയത്. ഇയാള് ഈ ചെറിയ കുട്ടികളെയൊക്കെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ, ആൾക്ക് ഭയങ്കര ഒരു വാത്സല്യമാണ് കുട്ടികളെ കാണുമ്പോൾ. കുട്ടികളെ ഇങ്ങനെ വല്ലവരുടെ കുട്ടികളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വാത്സലിച്ചു. എന്നിട്ട് വല്ല കിണറ്റിലൊക്കെ പോയിട്ട് കിണറ്റിന്റെ കരക്കിൽ പോയിട്ട് അതിൽ കൊണ്ടുപോയി.
ഇങ്ങനെയൊക്കെയുള്ളൊരു ഹോബിയുള്ള ആളാണ്. അസമഞ്ജസം. കുറച്ച് കഴിഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, രാജാവിന് സഹിക്കാൻ കഴിഞ്ഞില്ല. രാജാവ് പറഞ്ഞു പൊക്കളാൻ പറഞ്ഞു. എങ്ങടാ ചാമ്പ് പോകുന്നു. അസമഞ്ജസന് സന്തോഷമായി, അയാൾ പോയി. ഇയാളൊരു വലിയ യോഗിയായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ. അപ്പൊ എന്തോ ഒരു അബദ്ധം പറ്റിയിട്ടാണ് അയാൾക്ക് ആ സിദ്ധി നേടാൻ സാധിച്ചില്ല. അങ്ങനെയാണ് അയാൾ ഈ ജന്മം എടുത്തത്. അപ്പോൾ അയാൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒന്ന് വിട്ടു പോകണം. ഇവിടെ അങ്ങനെ നല്ല രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ രാജാവ് അവധി വരും, പിന്നെ വലിയ ഇതാണ് ബന്ധമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള സൂത്രമായിരുന്നു ഇത്. യോഗിയായിരുന്നത് കൊണ്ട് ഇയാള് ആ കൊന്ന ആ കുട്ടികളൊക്കെ ജീവിപ്പിച്ച് അതാത് മാതാപിതാക്കൾക്ക് കൊടുത്തു. അങ്ങനെയാണ് അയാൾ പോയത്. അങ്ങോരുടെ പുത്രനാണ് അംശുമാൻ എന്ന് പറഞ്ഞൊരാൾ. അതിനിടയിൽ ഈ രാജാവ് സകരൻ യാഗം ചെയ്തു. സകരൻ ഇങ്ങനെ കുറെ യാഗങ്ങളൊക്കെ ചെയ്തു. അപ്പൊ യാഗാശ്വത്തെ ഇന്ദ്രൻ തട്ടിക്കൊണ്ടുപോയി ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ ഈ സകരന്റെ 60,000 പുത്രന്മാരെ അന്വേഷിച്ചു പോവാണ് ഒരിക്കൽ. യാഗാശ്വത്തെ അന്വേഷിച്ചു പോയി. അപ്പോ അവര് ഭൂമിയുടെ അടിയിൽ ഒരു സ്ഥലത്ത് അവർ ഈ ആകാശത്തെ കണ്ടു. അവിടെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഒരു ആശ്രമത്തിന്റെ പരിസരത്താണ്. അവിടെ ഒരു ആളിങ്ങനെ കണ്ണടച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് വിചാരിച്ചു ഇന്ദ്രൻ വേഷം കെട്ടിയിരിക്കുകയാണ് വിചാരിച്ചു. അത് കപില വാസുദേവനായിരുന്നു. അങ്ങനെ കപില മഹർഷിയെ ഇവര് കൊല്ലാൻ വേണ്ടി പോയി. അപ്പൊ കപിലൻ ഒന്ന് കണ്ണു തുറന്നു. ഇവര് ഭസ്മമായിട്ട് നിന്നു. 60,000 പേര്. പിന്നെ നോക്കുമ്പോ ഒരു വലിയ ചാര അത്രേ ഉള്ളൂ. ഒരു കുന്ന് ചാരമായിട്ട് നിന്നു. അപ്പോ കുതിരയില്ല, ഇപ്പൊ പുത്രന്മാരും ഇല്ല. എന്ത് പറ്റിയാവോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. ഈ അസമഞ്ജസന്റെ പുത്രൻ അംശുമാൻ ഇങ്ങനെ അന്വേഷിച്ചു ഒന്നും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അപ്പൊ ഇനി ഇവർക്ക് മുക്തി കിട്ടാൻ ഇനി എന്താ ചെയ്യാം? അശ്വത്തേക്ക് കൊണ്ടുവന്നു. മഹർഷിയെ ചെന്ന് സന്തോഷിപ്പിച്ച് മഹർഷി ആ കുതിരയൊക്കെ കൊണ്ടുപോകാൻ പറഞ്ഞു. ഇവർക്ക് മുക്തി കിട്ടണമെങ്കിൽ ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരണം. ഗംഗാ സ്പർശം ഉണ്ടെങ്കിലേ ഇവർക്ക് മുക്തി. പിന്നെ അതിനായി ശ്രമം വിജയിച്ചില്ല. അദ്ദേഹത്തിന്റെ പുത്രൻ ദിലീപൻ, അദ്ദേഹവും ശ്രമിച്ചു, വിജയിച്ചില്ല. അതിനുശേഷം ഭഗീരഥനാണ് ഈ ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ വിജയിച്ചത്. അതാണ് ഭഗീരഥ പ്രയത്നം. കുറെ പ്രയത്നം നടത്തി. ഗംഗയെ തപസ് ചെയ്ത് സന്തോഷിപ്പിച്ചു. അപ്പൊ ഗംഗ പറഞ്ഞു, ഞാൻ വരാം, പക്ഷെ എന്റെ ഈ ഒഴുക്കിന്റെ വേഗം, ഞാൻ ഈ സ്പീഡിൽ അങ്ങോട്ട് ഒഴുകി കഴിഞ്ഞാൽ ഭൂമി ഇല്ലാണ്ടാവും. ഭൂമി നേരെ കടലിലേക്ക്. അപ്പൊ ഇതിനെ ഒന്ന് നിയന്ത്രിക്കണമെങ്കിൽ അതിന് പറ്റിയ ഒരാളെ എന്നെ ഒന്ന് വഹിക്കണം അതിൻ്റെ ഇടയ്ക്ക്. അപ്പൊ ശിവനെ തപസ് ചെയ്തു. ശിവൻ ശരി ജടാമുടിയിൽ വയ്ക്കാൻ തീരുമാനിച്ചു. അങ്ങനെയൊക്കെയാണ് ഗംഗ ഒഴുകണത്. അതിനിടയ്ക്കിൽ ജന്നു മഹർഷി തപസ് ചെയ്യായിരുന്നു. അവിടെ ഇങ്ങനെ വെള്ളം കയറി ഇതായപ്പോൾ ജന്നു മഹർഷിയ ഗംഗയെ അങ്ങോട്ട് കുടിച്ചു. അപ്പൊ ജന്നു മഹർഷിയെ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കേണ്ടി വന്നു. ജന്നു മഹർഷി ചെവിയിലൂടെ വിട്ടു. അപ്പോഴാണ് ജാഹ്നവി ആയത് ഗംഗ. ഇങ്ങനെ കുറെ പണിയിട്ടു എന്നർത്ഥം ഭഗീരഥൻ. അങ്ങനെ എന്തായാലും ഇവർക്ക് മുക്തി കിട്ടി. അപ്പോ ഈ സകരന്മാരുടെ പുത്രന്മാര് ഈ കുതിരയെ അന്വേഷിച്ച് ഭൂമി കുഴിച്ചപ്പോൾ ഉണ്ടായതാണ് സാഗരം. അങ്ങനെയാണ് സാഗരം എന്ന് പേരായത്. അങ്ങനെയൊക്കെ ഉണ്ട്, കുറെ കഥകളുണ്ട്. ഏതായാലും ഇങ്ങനെ ഭഗീരഥന്റെ കഥ ഇങ്ങനെ. പിന്നെ കുറെ രാജാക്കന്മാരുടെ കഥകളുണ്ട്. അതില് ഒരാളാണ് സൗദാസൻ എന്ന് പേരായിട്ടുള്ള രാജാവ്. അദ്ദേഹത്തിന് ഒരു പത്നി മദയന്തി എന്നാണ് പത്നിയുടെ പേര്. ഈ സൗദാസൻ ശ്രേഷ്ഠനായിട്ടുള്ള ആളാണ്. അദ്ദേഹം ഒരിക്കൽ കാട്ടിൽ പോയപ്പോൾ ഒരു രാക്ഷസനെ വധിക്കാനിടയായി. അപ്പൊ ഈ രാക്ഷസന്റെ സഹോദരന് ഇയാളോട് വലിയ ദേഷ്യമായി. എങ്ങനെയെങ്കിലും ഇയാളെ ഒന്ന് പെടുത്തണം. അപ്പോ ആ രാക്ഷസൻ എന്ത് ചെയ്തു? ഈ മരിച്ച രാക്ഷസന്റെ സഹോദരൻ സൂത്രത്തിൽ ഇയാളുടെ അടുക്കളക്കാരനായിട്ട് വന്നു വേഷം മാറി കൊട്ടാരത്തിൽ. അപ്പോ ഒരു ദിവസം അദ്ദേഹം വസിഷ്ഠന് മനുഷ്യമാംസം കുക്ക് ചെയ്ത് കൊടുത്തു. ഇദ്ദേഹം അറിയണില്ല, രാജാവ് അറിയണില്ല. വസിഷ്ഠൻ പക്ഷെ ഇത് മനസ്സിലാക്കി ഇത് മനുഷ്യമാംസമാണ്. ശപിച്ചു സൗദാസനെ, നീ രാക്ഷസനായിട്ട് പോട്ടെ. സൗദാസൻ മനസ്സാവാതെ അറിയാത്ത കാര്യമാണ്. സൗദാസനും നല്ല തപശക്തിയൊക്കെ ഉള്ള ആളാണ്. അദ്ദേഹം വെള്ളം കൊടുത്തു. എന്നിട്ട് മന്ത്രമൊക്കെ ജപിച്ചു. വസിഷ്ഠനെ ശപിക്കാൻ പറഞ്ഞില്ല. അപ്പൊ മദയന്തി ഭാര്യ പറഞ്ഞു അത് ശപിക്കരുത്. അപ്പൊ ഈ വെള്ളം മന്ത്രജലം ഇപ്പൊ എന്ത് ചെയ്യും? എവിടെയെങ്കിലും ഒഴിച്ചാൽ അവിടെ ഇല്ലാതെയാവുന്നതാണ്. അദ്ദേഹം തന്റെ കാലിലേക്ക് എന്നെ ഒഴിച്ചു.
അപ്പൊ എന്തായി, ആ കാലിന്റെ നിറമൊക്കെ മാറി ഇരുണ്ട നിറമായി. അങ്ങനെയാണ് അദ്ദേഹത്തിന് കൽമാഷപാദൻ എന്നൊരു പേരുണ്ട്. അയാൾ രാക്ഷസനായി, ശപിച്ചിട്ടുണ്ടല്ലോ വസിഷ്ഠൻ, രാക്ഷസനായി ഇങ്ങനെ കാട്ടിലിങ്ങനെ സഞ്ചരിക്കുക. അപ്പോ ബ്രാഹ്മണ ദമ്പതിമാരെ കണ്ടു, ഒരു യുവാവും ഒരു സ്ത്രീ. അപ്പോ ആ ബ്രാഹ്മണനെ പിടിച്ച് തിന്നാൻ, രാക്ഷസനാണല്ലോ, പിടിച്ച് തിന്നാൻ പറഞ്ഞു. അപ്പോൾ യുവതി കുറെ പറഞ്ഞു, ഞങ്ങൾക്ക് കുട്ടികളില്ല, ഞങ്ങളിപ്പോൾ ജീവിതം തുടങ്ങിയിട്ടുള്ളൂ, ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്, ഞങ്ങളെ ഭക്ഷിക്കരുത്, വെറുതെ വിടണം എന്നൊക്കെ പറഞ്ഞു. ഇയാൾ കൂട്ടാക്കി ആ ബ്രാഹ്മണനെ ഭക്ഷിച്ചു. അപ്പോൾ ആ സ്ത്രീ ശപിച്ചു, ബ്രാഹ്മണ സ്ത്രീ ശപിച്ചു. അതായത് എനിക്ക് ഇനി ദാമ്പത്യ സുഖം ഉണ്ടാവില്ല, നീ ഇനി ആ ഭാര്യയെ സ്പർശിച്ചാൽ അപ്പോൾ നിന്റെ കഥ കഴിയും. ഇയാളുടെ 12 വർഷമാണ് ഇതിന്റെ കാലഘട്ടം, രാക്ഷസനായിട്ട് ജീവിക്കേണ്ട കാലഘട്ടം. അത് കഴിഞ്ഞ് ഇയാൾ തിരിച്ച് കൊട്ടാരത്തിൽ ചെന്നു. ഇപ്പൊ മതേന്ദ്രയോടുകൂടി കഴിയാൻ പറ്റില്ല, അപ്പോൾ കുട്ടികൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇയാൾ ഒരിക്കൽ വസിഷ്ഠനോട് ആവശ്യപ്പെട്ടു, മതയന്തിയിൽ ഇയാൾക്ക് വേണ്ടി പുത്രോത്പാദനം ചെയ്യണം. അപ്പോൾ വസിഷ്ഠൻ അതുപോലെ ചെയ്തു. അങ്ങനെ മതയന്തി ഗർഭിണിയായി, പ്രസവിക്കുന്നില്ല. എത്ര കാലം കഴിഞ്ഞിട്ടും, കുറെ വർഷമായി പ്രസവിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോ എന്ത് ചെയ്തു, വസിഷ്ഠൻ ഈ മതയന്തിയുടെ വയറും കരിങ്കല്ലെടുത്ത് ഇങ്ങനെ കൊട്ടി, ഒന്നിങ്ങനെ 2 മുട്ടുമുട്ടി. അപ്പൊ കുട്ടി ജനിച്ചു. അപ്പൊ ഈ കരിങ്കല്ലിന് അശ്മകം എന്നാണ് പേര്, കുട്ടിക്ക് അശ്മകൻ എന്ന് പേര്. അങ്ങനെ ഒരു രാജാവ്. ഇങ്ങനെ വിചിത്രമായിട്ടുള്ള എത്ര കഥകളുണ്ട്. ഇങ്ങനെ അനേക രാജാക്കന്മാർ. ഖട്വാങ്കൻ അതിലാണ്, ആ വംശത്തിൽ. ഖട്വാങ്കന്റെ കഥ നമ്മൾ തുടക്കത്തിലേ കേട്ടു. ഖട്വാങ്കൻ അതികേമനായിട്ടുള്ള ആളാണ്. പെട്ടെന്ന് 2 യാമങ്ങളെ ഇനി ബാക്കിയുള്ളൂ തന്റെ ആയുസ് എന്ന് മനസ്സിലാക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ അദ്ദേഹം മനസ്സിനെയും ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിച്ച് തന്റെ പ്രാണനെ ഒക്കെ നിയന്ത്രിച്ച് ആ ജീവനെ അദ്ദേഹം മുക്തിപദത്തിൽ എത്തിച്ച ആളാണ്. അത്രയും യോഗ സിദ്ധിയുള്ള ആളാണ്. അദ്ദേഹത്തിന് എങ്ങനെ ഈ യോഗസിദ്ധി കിട്ടിയത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. കുട്ടിക്കാലത്ത് പോലും എന്റെ ബുദ്ധി അധർമ്മത്തിൽ രമിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയണത്. അത്ര ഒരു യോഗിയായിട്ടുള്ള, ജ്ഞാനിയായിട്ടുള്ള ഖട്വാങ്കൻ. അങ്ങനെ അത് കഴിഞ്ഞ രഘു, അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ദശരഥന്റെ പുത്രന്മാരായിട്ട് 4 രൂപത്തിൽ രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരായിട്ട് ഭഗവാന്റെ അവതാരം. രാമായണം വളരെ ചുരുക്കി പറഞ്ഞു. ഗുരുവർത്ഥേ ത്യക്തരാജ്യോ വ്യചരതരുവനം പത്മപദ്ഭ്യാം പ്രിയായ പാണിസ്പരിശാക്ഷമാഭ്യാം മൃതിത പഥരുജോ യോ ഹരീന്ദ്രാനുജാഭ്യാം എന്നൊക്കെ പറഞ്ഞ് ഒറ്റ ശ്ലോകത്തിൽ ആദ്യം കൊടുത്തു. പിന്നെ കുറച്ചുകൂടി വിസ്തരിച്ചു. വിശ്വാമിത്രന്റെ കൂടെ യാഗരക്ഷയ്ക്കായിട്ട് പോയതും അവിടെ വെച്ച് സുബാഹു, മാരീചൻ എന്നിവരെയൊക്കെ തുരത്തി സുബാഹുവിനെ വധിച്ചു. മാരീചൻ ഭക്തനായിട്ട് തീർന്നു. അതിനിടയ്ക്ക് താടകാവധം, പിന്നെ യാഗരക്ഷയൊക്കെ കഴിഞ്ഞ് വരണവഴിക്ക് മിഥില രാജ്യത്ത് പോയി ശൈവചാപം ഭഞ്ജിച്ച് സീതയെ വിവാഹം കഴിച്ച് അയോധ്യയിലേക്ക് പോകുന്ന വഴിക്ക് പരശുരാമന്റെ ദർപ്പമടക്കിയത്. അങ്ങനെ അയോധ്യയിൽ വന്ന് രാജ്യത്തിങ്ങനെ സുഖമായിട്ട് താമസിക്കുമ്പോഴാണ് യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ പോകുമ്പോൾ അതിനെ മുടക്കിക്കൊണ്ട് കൈകേയിയുടെ വരയാചന. ആ വരം, അച്ഛന്റെ വാക്ക് സത്യമാക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ശ്രീരാമൻ സീതാദേവിയോടും ലക്ഷ്മണനോടും കൂടി വനത്തിലേക്ക് പോയത്. ആ വനയാത്രയിൽ ഗുഹനെ കണ്ടുമുട്ടിയത്. ഓരോരോ ആശ്രമത്തിൽ ചെന്ന് ഓരോരോ മഹർഷിമാരെ കണ്ടുമുട്ടിയത്. ഭരദ്വാജൻ, വാൽമീകി ആശ്രമം എനിക്കുണ്ടല്ലോ, ചിത്രകൂടത്തിൽ വസിച്ചത്. പിന്നെ അവിടെ നിന്ന് പിന്നീട് പഞ്ചവടിയിലേക്ക് എത്തിയത്. അതിനിടയിലൊക്കെ പല സജ്ജനങ്ങളെയും കണ്ടുമുട്ടുന്നുണ്ട്. ആ പഞ്ചവടിയിൽ വെച്ചിട്ടാണ് ശൂർപ്പണഖ വരുന്നതും ശൂർപ്പണഖയുടെ നാസിക ഛേദം വരുത്തുന്നതും. പിന്നീട് ഖരദൂഷണന്മാർ യുദ്ധത്തിനായിട്ട് അവരുടെ സൈന്യമൊക്കെ വരുമ്പോൾ വളരെ എളുപ്പത്തിൽ ശ്രീരാമൻ അവരെ നിഗ്രഹിക്കുന്നതും. പിന്നീട് ശൂർപ്പണഖ പറഞ്ഞ് ഈ വിവരമൊക്കെ അറിഞ്ഞ് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുവരാൻ ഉദ്യമിക്കുന്നതും. അങ്ങനെ സന്യാസി വേഷം കൊടുത്ത് സീതയെ തട്ടിക്കൊണ്ടുപോകുന്നതും. മാരീചൻ പൊന്മാനിന്റെ രൂപമെടുത്ത് രാമനെയും ലക്ഷ്മണനെയും സീതയുടെ അടുത്ത് നിന്ന് അകത്തു നിന്നും രാവണൻ തട്ടിക്കൊണ്ടു പോകുമ്പോൾ ജടായു സീതയെ രക്ഷിക്കാൻ വേണ്ടി വരുന്നതും ജടായു
രാവണന്റെ പരാക്രമത്തിൽ ഇതാ വെട്ടേറ്റ് വീഴുന്നതും പിന്നീട് ജടായുവിന്റെ മുക്തി. അങ്ങനെ സീത അശോകവനികയിൽ അവിടെ ഇരിക്കുന്നു, വൃക്ഷച്ചുവട്ടിൽ ദുഃഖിതയായിട്ടിരിക്കുന്നു. സീതാന്വേഷണം, ശ്രീരാമനും ലക്ഷ്മണനും കൂടി രാമന്റെ ദുഃഖം ഒക്കെ ഇങ്ങനെ പറയും. അങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് ഹനുമാനെ കണ്ടുമുട്ടുന്നു, സുഗ്രീവനുമായിട്ടുള്ള സഖ്യം ചെയ്യുന്നു, ബാലി വധം, പിന്നെ സീതാന്വേഷണം. അങ്ങനെ ഹനുമാൻ ലങ്കയിൽ ചാടിക്കടന്ന സീതയെ കാണുന്നു, അവിടെ കുറെ പരാക്രമങ്ങളൊക്കെ ചെയ്യുന്നു, തിരിച്ചു വരുന്നു. പിന്നെ യുദ്ധത്തിനായിട്ടുള്ള സന്നാഹം നീലന്റെ നേതൃത്വത്തിൽ അങ്ങനെ ഈ പാലം കെട്ടുന്നു. അങ്ങനെ അനവധി വാനര സൈന്യങ്ങളോടുകൂടി ആ ലങ്കയിൽ ചെന്ന് യുദ്ധം, രാവണാദികളെയൊക്കെ വധിച്ച് സീതയെ അഗ്നിശുദ്ധി വരുത്തി സ്വീകരിച്ച് തിരിച്ച് അയോധ്യയിലേക്ക് പോരണ വഴിക്ക് ഭരദ്വാശ്രമത്തിലൊക്കെ ചെന്ന് അതിനുശേഷം അയോധ്യയിൽ എത്തിച്ചേരുന്നു. അങ്ങനെ രാജ്യഭാരം, ഇങ്ങനെയൊക്കെയുള്ള രാമായണ കഥ സ്വയം അവിടെ ശ്രീരാമ പട്ടാഭിഷേകത്തോടുകൂടി ആ രാമായണം. പിന്നെ ഉത്തരകാണ്ഡവും കുറച്ച് ആ മക്കളുടെ ചരിത്രമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ നിമി എന്നു പേരായിട്ടുള്ള ഒരു പുത്രൻ ഇക്ഷ്വാകുവിനുണ്ടായിരുന്നു. ഈ നിമി വലിയ ജ്ഞാനിയായിരുന്നു. ഒരിക്കൽ നിമി, വസിഷ്ഠനാണല്ലോ കുലഗുരു, വസിഷ്ഠനോട് പറഞ്ഞു, എനിക്ക് യാഗം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അങ്ങ് ഉടനെ ചെയ്യണമെന്നാണ് ആഗ്രഹം, അതുകൊണ്ട് അത് നടത്തി തരണം എന്നു. വസിഷ്ഠൻ പറഞ്ഞു, എനിക്കിപ്പോൾ സമയമില്ല, ഞാൻ സ്വർഗത്തിലെ ഇന്ദ്രന് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ഞാൻ ഇന്ദ്രന്റെ യാഗത്തിന് പോവാണ്, അത് കഴിഞ്ഞ് വന്നിട്ട് നോക്കാം. അദ്ദേഹം പോയി. പക്ഷെ നിമിക്ക് അങ്ങനെ ശുഭസ്യ ശീഘ്രം എന്നാണല്ലോ, വേണം തീരുമാനിച്ച നല്ല കാര്യമൊക്കെ അപ്പം ചെയ്യണം, വെയിറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പം നിമി വസിഷ്ഠനെ ഒന്നും കാത്തു നിന്നില്ലേ, അദ്ദേഹം ഇവിടെ വേറെ ആരെയോ വിളിച്ചിട്ട് യാഗമൊക്കെ ചെയ്തു. വസിഷ്ഠൻ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹമാണല്ലോ കുലഗുരു, അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ഈ നിമിയുടെ അഹങ്കാരമാണ്, ശപിച്ചു. അതാണല്ലോ നിമി ശപിച്ചു, നിന്റെ ഈ ശരീരാഭിമാനം, അതാണല്ലോ ശരീരമില്ലാണ്ടായിട്ട് പോട്ടെ. നിമിയും അത്ര മോശക്കാരനല്ല, നിമി തിരിച്ചും ശപിച്ചു. അങ്ങ് കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണല്ലോ സ്വർഗത്തിലേക്ക് പോയത്, ഇവിടെയാണല്ലോ അങ്ങയുടെ ഡ്യൂട്ടി, ജോലി ഇവിടെയാണ്. അവിടെ പോയത് കാശ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ അങ്ങക്കും അങ്ങ് അത്ര ശുദ്ധനൊന്നുമല്ല, അങ്ങക്കും ശരീരമില്ലാണ്ടായി, രണ്ടുപേരും ശരീരമില്ല. പിന്നെ ദേവന്മാർക്ക് ഇടപെട്ട് വസിഷ്ഠനാണെങ്കിൽ ശരീരമില്ലാണ്ട് ഒരു സുഖമില്ല. അപ്പൊ വസിഷ്ഠന് അങ്ങനെ ശരീരമൊക്കെ ഒപ്പിച്ചു കൊടുത്തു. മിത്രാവരുണന്മാരുടെ രേതസ് വഴി എന്താ പറയാ ഉർവശിയുടെ പുത്രനൊക്കെ ആയിട്ട് എന്നൊക്കെയാണ് വസിഷ്ഠനെ ശരീരമൊക്കെ കിട്ടി. നിമിയോട് ചോദിച്ചു വേണ്ടേന്ന്, നിമി പറഞ്ഞു വേണ്ട, ഉള്ളതൊക്കെ മതി, ഞാൻ ഇങ്ങനെ സുഖാണ് ഇപ്പോൾ. നിമിയോട് പറഞ്ഞു അല്ല അങ്ങനെയല്ല, എവിടെയെങ്കിലും ഒന്നും ഇരിക്കണമല്ലോ, ഒരു കാര്യം ചെയ്തു, ആളുകളുടെ കൺപോളകളിൽ വസിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ കൺപോളകളിൽ നിമി ഉണ്ടെന്നാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നത്. ആ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന സമയത്തിന് നിമിഷം എന്ന് പേര്, നിമിക്കുന്നതാണ്. അപ്പൊ ഈ നിമിയുടെ ശരീരം ഇങ്ങനെ കിടക്കണ്ട, രാജാവില്ലല്ലോ. മഹർഷിമാര് ഇത് കടഞ്ഞു. അപ്പോഴാണ് അതിൽ നിന്ന് ജനകൻ എന്ന രാജാവ് ഉണ്ടായത്. ആ വംശത്തിലുള്ളവരൊക്കെ ജനകന്മാരാണ്, അവരൊക്കെ വലിയ ജ്ഞാനികളാണ്. ആ വംശത്തിലുള്ള എല്ലാ ജനകന്മാരൊക്കെ ജ്ഞാനികളാണ് ജന്മന. ആ ജനകന് ഈ മഥനം ചെയ്തുകൊണ്ടായതുകൊണ്ട് മിഥില എന്നാണ് ആ രാജ്യത്തിന്റെ പേര്. അതുപോലെ മിഥിലൻ എന്നു പേരുണ്ട്. ഏതായാലും ആ ജനകന്മാരുടെ ഒരു ഉണ്ടാവാനുള്ള ചരിത്രമൊക്കെ പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് സൂര്യവംശത്തിന്റെ ഒരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. പിന്നെ സോമവംശത്തെ കുറിച്ച്, ചന്ദ്രവംശം. ചന്ദ്രന്റെ പുത്രനാണ് ബുധൻ. നമ്മൾ നേരത്തെ കേട്ടുല്ലോ, ബുധൻ ഇളയെ കണ്ടു മോഹിച്ചു, അങ്ങനെയാണ് ഇളൻ ഉണ്ടായത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ചന്ദ്രന് ബുധനുണ്ടായതും അതിലേറെ രസം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രൻ ദേവനാണ്. ദേവഗുരു ബൃഹസ്പതിയുടെ പത്നി താര. ഈ ചന്ദ്രനോട് വലിയ ഇഷ്ടമായിരുന്നു, കാണാനും സുന്ദരനാണ്, പിന്നെ പഠിക്കാനും കൊള്ളാത്തത്. അങ്ങനെ സ്പെഷ്യൽ ട്യൂഷനൊക്കെ കൊടുക്കും ഈ ബൃഹസ്പതി. അങ്ങനെ പോയി അവസാനം എന്തായി, ഒരു ദിവസം ഗുരുപത്നിയെയും കൊണ്ടുപോന്നു, ഗുരു ഇല്ലാത്ത സമയത്ത്. അതിന്റെ പേരിൽ യുദ്ധം ഉണ്ടായി, ദേവാസുര യുദ്ധം. ബൃഹസ്പതി പറഞ്ഞാൽ എന്റെ ഭാര്യയെ വീട് വിട്ടു തരാൻ പറഞ്ഞു. ചന്ദ്രൻ പറഞ്ഞു ഞാൻ വിളിച്ചിട്ട് വന്നോന്നല്ല, വേണമെങ്കിൽ
അവളോട് ചോദിച്ചോളൂ, അവള് വരികയാണെങ്കിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ബൃഹസ്പതി വിളിച്ചിട്ടൊന്നും അവള് വരുന്നില്ല. അപ്പൊ ഈ സമയത്ത് ശുക്രൻ ഈ വിവരം അറിഞ്ഞു. ശുക്രൻ പറഞ്ഞു ചന്ദ്രനോട് വിട്ടുകൊടുക്കണ്ട, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ അസുരന്മാര് ചന്ദ്രന് വേണ്ടി, ദേവന്മാര് ബൃഹസ്പതിക്ക് വേണ്ടി യുദ്ധം, ഗംഭീരമായിട്ടുള്ള യുദ്ധം. അത് കഴിഞ്ഞ് അതൊക്കെ പലരും ഇടപെട്ടു. അവസാനം ബ്രഹ്മാവ് തന്നെ പറഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞു യുദ്ധമൊക്കെ നിർത്താൻ പറഞ്ഞു. ചന്ദ്രനോട് പറഞ്ഞു വിട്ടുകൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ മനസ്സില്ല മനസ്സോടെ ബ്രഹ്മാവ് പറഞ്ഞതല്ലേ, ഒന്നും ഒട്ടിയില്ല. അങ്ങനെ താര വീണ്ടും ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയി. പിന്നീടാണ് അറിഞ്ഞത് ഇവള് ഗർഭിണിയാണ്. അപ്പോ ബൃഹസ്പതി പറഞ്ഞു ഇത് ശരിയാവില്ല, ഗർഭം ഇപ്പൊ അത് ഉപേക്ഷിക്കണം, ഇപ്പൊ ഗർഭം ഉപേക്ഷിക്കണം എന്നാണ്. ഡോക്ടറെ അടുത്ത് പോകുന്നില്ല, അവളിപ്പോ ഉപേക്ഷിക്കണം. അങ്ങനെ അവൾ ഉപേക്ഷിച്ചു, പ്രസവിച്ചു. ആ പ്രസവിച്ചുണ്ടായ ബുധൻ നല്ല സുന്ദരനായിട്ടുള്ള പുത്രനെ കണ്ടപ്പോൾ ഈ ബൃഹസ്പതിക്ക് ഒരു മാറ്റം, പുത്രനെ കൊടുക്കാനൊരു മടി. ബൃഹസ്പതി ഈ താര പ്രസവിച്ചു എന്ന് പറഞ്ഞ് ചന്ദ്രൻ വന്നു ക്ലൈമുമായിട്ട്. ഞാൻ പറഞ്ഞു ഇത് എന്റെ പുത്രനാണ്. അപ്പൊ ബൃഹസ്പതി പറഞ്ഞു അതെന്ത് ന്യായം, എന്റെ ഭാര്യ പ്രസവിച്ച തന്റെ പുത്രനാണ്, അത് എന്റെ പുത്രനല്ലേ. അവിടെ തർക്കം. അവസാനം ഭയങ്കര അതൊരു യുദ്ധത്തിലേക്ക്, മറ്റൊരു യുദ്ധത്തിലേക്ക് പോകുന്നുള്ള ഘട്ടമായപ്പോ ബ്രഹ്മാവ് വന്നു. ബ്രഹ്മാവ് താരെ ഇങ്ങനെ വിളിച്ചു, ഒരു രഹസ്യമായിട്ട് പറഞ്ഞു, മോളെ മുത്തശ്ശനോട് പറഞ്ഞു. ആരാ? ചന്ദ്രേട്ടൻ്റെ അമ്മ പറഞ്ഞു. ബ്രഹ്മാവ് ബൃഹസ്പതിയോട് പറഞ്ഞു തല്ലുവിടണ്ട, കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ബുധൻ ചന്ദ്രന്റെ പുത്രനായത് എന്ന് പറയാം ചുരുക്കം. ഇതൊക്കെയാണ് ഓരോ കഥകള്. അങ്ങനെ ബുധന്റെ മകൻ അയളൻ പുരൂരവസ് എന്ന് വരും. പുരൂരവസ് നല്ല യോഗ്യനായിരുന്നു. പുരൂരവസ് നല്ല യോഗ്യനാണ്. അപ്പൊ ദേവസദസ്സിൽ വരെ പുരൂരവസിന്റെ യോഗ്യത ഇങ്ങനെ കേൾക്കാം. അപ്പൊ ഉർവശിക്ക് വലിയ മോഹമായി പുരൂരവസിനെ ഒന്ന് കാണണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉർവശിക്ക് ഒരു ശാപം കിട്ടിയത്, കുറച്ച് വർഷങ്ങൾ ഭൂമിയിൽ ചെന്ന് ജീവിക്കണം. അപ്പോ ഉർവശി തീരുമാനിച്ചു ഏതായാലും പുരൂരവസിന്റെ കൂടെ താമസിക്കണം. അങ്ങനെ പുരൂരവസിന്റെ അടുത്ത് ചെന്നപ്പോൾ ഉർവശിയെ കണ്ടപ്പോൾ പുരൂരവസിനും ഒരു നല്ല താല്പര്യമായി. അങ്ങനെ അവര് വിവാഹം കഴിച്ചു. അപ്പോ പുരൂരവസിനോട് ഉർവശി പറഞ്ഞു ഒരു കണ്ടീഷൻ ഉണ്ട്, ഞാൻ അങ്ങയുടെ ഭാര്യയൊക്കെ ആവാം, എൻ്റെ കുട്ടികളുണ്ട്. കുട്ടികൾ വെച്ച് കഴിഞ്ഞാൽ 2 ആടുകൾ. ഈ 2 ആടുകളെ അങ്ങ് നോക്കണം. അത് കരയാനോ അത് വേദനിക്കാനോ ഇടവരരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ പോകും. പിന്നെ 2ാമത്തെ കണ്ടീഷൻ, ഇത് ഹൗളി ചെയ്യുന്നുണ്ട് നമുക്ക്, ഞാൻ അങ്ങയെ വിവസ്ത്രനായിട്ട് കിടപ്പറയ്ക്ക് പുറത്ത് കാണരുത്. 2 കാര്യങ്ങളാണ്. അപ്പൊ അദ്ദേഹം സമ്മതിച്ചു, ശരി എന്ന് പറഞ്ഞു. അങ്ങനെ അവളുമായിട്ട് വിവാഹ ജീവിതം കുറെ കാലം താമസിച്ചു. അപ്പൊ അവളുടെ ശാപ കാലഘട്ടം കഴിഞ്ഞു. അപ്പൊ ദേവേന്ദ്രന് ഉർവശി ഇല്ലാതെ ഒരു സുഖല്യാണം തോന്നി സ്വർഗത്തില്. അങ്ങനെ ദേവേന്ദ്രൻ ആൾക്കാരെയൊക്കെ വിട്ടു. ഒരു ദിവസം രാത്രി കടന്നുറങ്ങുമ്പോ ഈ ആട്ടുകളെ ഇവര് കട്ടുകൊണ്ട് വന്നു. അപ്പൊ ആട്ടുകൾക്ക് അറിയാൻ തുടങ്ങി. അപ്പൊ ഉർവശി എണീറ്റു. ഉർവശി എണീറ്റങ്ങോട്ട് കലി തുള്ളി പറഞ്ഞു രാജാവിനോട്, ഇങ്ങനെ കൂട്ടം വലിച്ച് കടന്നുറങ്ങിയാൽ മതി, എന്റെ കുട്ടികൾ കരയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. ഓക്കെ, അദ്ദേഹം ചാടിപ്പടഞ്ഞ് എണീറ്റു. ഉർവശി ശുണ്ഠിയെടുത്ത് പോയാലോ എന്ന് വിചാരിച്ച് അദ്ദേഹം വേഗം വാതിലൊക്കെ തുറന്ന് പോയി. മുണ്ടെടുത്തിട്ടുണ്ടോ ഒന്നും നോക്കിയില്ല. അങ്ങനെ അദ്ദേഹം പോയി ആ യുദ്ധമൊക്കെ ചെയ്ത് ആ ആട്ടുകളെ കൊണ്ടുവന്നു. പക്ഷെ ലൈറ്റിട്ട് നോക്കിയപ്പോഴാണ് വസ്ത്രം എടുത്തിട്ടില്ല. ഉർവശി പോയി. 2 കണ്ടീഷനും ഉർവശി പോയി. ഇദ്ദേഹമാണെങ്കിൽ ഉർവശി ഇല്ലാതെ ഒരു സുഖമില്ല. അങ്ങനെ ഉർവശിയുടെ പിന്നാലെ അങ്ങനെ കുറെ കരഞ്ഞുകൊണ്ട് ഉർവശി നിൽക്കൂ എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉർവശി തിരിഞ്ഞു നിന്ന് ചോദിക്കുകയാണ്, അങ്ങൊരു പുരുഷനല്ലേ, അങ്ങ് ഈ വലിയ യോഗ്യനൊക്കെ അല്ലേ, നല്ല ബുദ്ധിമാനാണ്, വലിയ യോഗ്യനാണെന്നൊക്കെ പറയും. ഈ സ്ത്രീകളെയൊക്കെ ഇങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. ഉർവശി ആട്ടോ ചോദിക്കുന്നത്, വേറെ ഒന്നും ചോദിച്ചാൽ സ്ത്രീകൾക്ക് ലഹളി ഉണ്ടാക്കുന്നത് ഉർവശിനെ ചോദിക്കുന്നത്. സ്ത്രീകളെ ഇങ്ങനെ വിശ്വസിക്കാൻ പാടുമോ എന്നൊക്കെയാണ് ഉർവശി ചോദിക്കുന്നത്. പക്ഷേ ഉർവശി പോയി എങ്കിലും ഇദ്ദേഹത്തിന് ഉർവശിയോടുള്ള താല്പര്യം
പോവാത്തത് കാരണം ഇദ്ദേഹം പിന്നെ കുറേ തപസ്സോ എന്തൊക്കെയോ ചെയ്ത് വീണ്ടും ഉർവശി ലോകത്തിൽ പോയി ഉർവശിയോട് കൂടി താമസിച്ചു. അങ്ങനെ അവർക്ക് കുട്ടികളുണ്ടായി എന്നൊക്കെ പറഞ്ഞു. 5-6 കുട്ടികൾ. അവിടെ നിന്നാണ് ആ ചന്ദ്രവംശം പിന്നെ വർദ്ധിക്കുന്നത്. അങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് ഗാധിയുടെ കഥ. ഗാധിക്ക് ഒരു പുത്രി സത്യവതി. സത്യവതിയെ ഋചീകൻ എന്ന മഹർഷി കല്യാണം കഴിക്കാനായിട്ട് താല്പര്യപ്പെട്ടു. അപ്പോൾ ഗാധി പറഞ്ഞു, ഗാധിക്ക് ഋഷിക്ക് കൊടുക്കുന്നതിൽ വലിയ താല്പര്യമില്ല. അപ്പോൾ പറഞ്ഞു, എനിക്ക് കന്യാശുൽക്കം കിട്ടണം. ഞങ്ങളൊക്കെ അങ്ങനെയാണ് കുട്ടികളെ കല്യാണം ചെയ്ത് കൊടുക്കാറ്. സ്ത്രീധനം അങ്ങോട്ട് കൊടുക്കല്ല, ഇങ്ങോട്ട് കാശ് തന്നാൽ കുട്ടി അങ്ങോട്ട്, അല്ലെങ്കിൽ ഇങ്ങോട്ട് എന്താ വെച്ചാൽ ആവശ്യപ്പെട്ടത് തന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ എനിക്ക് ആവശ്യം 1000 വെളുത്ത കുതിരകളെ വേണം, ഒരു ചെവി മാത്രം കറുത്തതാവണം. ഇങ്ങനെയുള്ള 1000 കുതിരകളെ അങ്ങ് ശുൽക്കമായിട്ട് തരാണെങ്കിൽ ഈ കന്യകയിൽ വേണ്ടി. അദ്ദേഹം ഋചീകന് നല്ല വിവരമുണ്ട്, ഇതൊക്കെ എവിടെ കിട്ടുന്നു. വരുണന്റെ അടുത്ത് നിന്ന് കൃത്യം 1000 എണ്ണം ഈ പറഞ്ഞ കണ്ടീഷനിലുള്ളത് കിട്ടി. അത് കൊടുത്തു, കന്യകയിൽ വാങ്ങി വെച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഗാധിയുടെ പത്നി, അതായത് സത്യവതിയുടെ അമ്മ വീണ്ടും ഗർഭിണിയായി. സത്യവതിയും ഗർഭിണിയായി. രണ്ടുപേരും, അമ്മയും മകളും ഒരേ സമയത്താണ് ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്, കൊട്ടാരത്തിൽ തന്നെയാണ്. അപ്പോ ഈ ഋചീകൻ ഭാര്യയ്ക്ക് നെയ്യൊക്കെ ജപിച്ചു കൊടുത്തു. ഇതിങ്ങനെ അമ്മ കണ്ടു. അമ്മയും ഗർഭിണിയാണല്ലോ. അപ്പൊ അമ്മ മോളോട് പറഞ്ഞു, എനിക്കും നിന്റെ ഭർത്താവിനോട് പറഞ്ഞു, നിന്റെ ഭർത്താവ് വലിയ താമസിക്കുകയല്ലേ, എനിക്കും നെയ്യ് ജപിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അതാവാം എന്ന് പറഞ്ഞു. അങ്ങനെ 2 പേർക്കും നെയ്യ് ജപിച്ച് 2ആയിട്ട് കൊടുത്തു. ചുവന്ന അടപ്പ് നിൽക്ക്, പച്ച അടപ്പ് അമ്മയ്ക്ക് കൊടുത്തു. ഇത് അമ്മ ഇങ്ങനെ കാണുകയും ചെയ്തു. അപ്പൊ അമ്മ വിചാരിച്ചു ഭാര്യയ്ക്കുള്ളതിൽ മന്ത്രമൊക്കെ ജപിച്ചിട്ടുണ്ട്, ഭാര്യയുടെ അമ്മയ്ക്ക്. അപ്പൊ അമ്മ പറഞ്ഞു, ചുവന്ന അടപ്പല്ലേ നിനക്ക്, അത് എനിക്കിതാ, നിനക്ക് ഇനിയും അദ്ദേഹം ജപിച്ചു തരും, അതുകൊണ്ട് നീ മറ്റേ പച്ച അടപ്പ് നിന്റെ. ഇങ്ങനെ മാറിക്കഴിച്ചു. ഇത് ഋചീകനാണ്. ഋചീകൻ പറഞ്ഞു, ഞാൻ നിന്റെ അമ്മയ്ക്ക് ക്ഷത്രിയനായിട്ടുള്ള ഒരു പുത്രൻ ഉണ്ടാവണം, അതിന് വേണ്ടിയിട്ട് അതിന് പാകത്തിലുള്ള മന്ത്രം അതിന് ജപിച്ചു. നിനക്ക് ബ്രാഹ്മണകുമാരനാണ് ജപിക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയുള്ള ഒരു മന്ത്രം ജപിച്ചിട്ടാണ് തന്നത്. ഇനിയിപ്പോൾ ഇത് വിപരീതമായിട്ടുള്ള ഫലം ഉണ്ടാവും. നിനക്ക് ഘോരനായിട്ടുള്ള പുത്രനുണ്ടാവും, അവർക്ക് സാധുവായിട്ടുള്ളൊരു പുത്രനും ഉണ്ടാവും ഒക്കെ പറഞ്ഞു. അപ്പോൾ സത്യവതി പറഞ്ഞു, അല്ല എനിക്ക് ബ്രാഹ്മണകുമാരൻ തന്നെ വേണം. മുഖേന പറഞ്ഞപ്പോൾ ശരി, നിന്റെ പുത്രൻ ബ്രാഹ്മണനാവും, ആ പുത്രന്റെ ഒരു പുത്രൻ പൗത്രൻ ഒരാള് എന്തായാലും കുറച്ച് ഘോരനാവും, അത് കുഴപ്പമില്ല, നമ്മുടെ മകനല്ല, എന്റെ മകനല്ല, അത് അയാൾ അനുഭവിച്ചോട്ടെ എന്നാണ്. ഏതായാലും ഇങ്ങനൊരു വരമൊക്കെ കൊടുത്തു. അങ്ങനെ ഈ സത്യവതിയുടെ അമ്മയ്ക്കുണ്ടായ, അതായത് സത്യവതിയുടെ സഹോദരനായിട്ടുണ്ടായ ആളാണ് വിശ്വാമിത്രൻ. അയാൾ രാജാവൊക്കെ ആയിരുന്നു വെച്ചാലും പിന്നെ ബ്രഹ്മർഷിയായിട്ട് തീർന്നു. ആദ്യം രാജർഷിയായി, പിന്നെ ബ്രഹ്മർഷിയായിട്ട് തീർന്നു. ഇദ്ദേഹത്തിന്റെ ഋചീകന്റെ പുത്രനാണ് ജമദഗ്നി. ജമദഗ്നി വിവാഹം ചെയ്തു. അവർക്ക് പുത്രന്മാരുണ്ടായി. അവസാനം പരശുരാമനായിട്ട് ഭഗവാൻ അവതരിച്ചു. ഇതൊക്കെയാണ് കഥ. പിന്നെ പരശുരാമന്റെ കഥ പറഞ്ഞു. കാർത്തവീര്യാർജുനൻ അന്ന് ഭരിച്ചിരുന്ന കാലാണ്. കാർത്തവീര്യാർജുനൻ സൈന്യസമേതം നായാട്ടിനായിട്ട് വന്നപ്പോൾ ഒരിക്കൽ ജമദഗ്നിയുടെ ആശ്രമത്തിൽ വന്നു. അപ്പൊ ജമദഗ്നി ഈ സൈന്യത്തിന് നല്ല സുഭിക്ഷമായിട്ടുള്ള സദ്യയൊക്കെ ഒരുക്കി. അങ്ങനെ സദ്യയൊക്കെ കഴിച്ചപ്പോൾ അദ്ദേഹത്തിന് സംശയം, നമ്മൾ വരുന്നത് നേരത്തെ ഒന്നും പറഞ്ഞിട്ടില്ല, എങ്ങനെയാണ് ഈ മഹർഷിക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സാധിച്ചത്? അപ്പോഴാണ് അവിടെ പശുവുണ്ട്, എന്താ ചോദിച്ചാൽ അപ്പം കിട്ടും. അങ്ങനെയുള്ള എന്താ പറയുക, കാമധേനു. അപ്പോൾ രാജാവ് പറഞ്ഞു, ഈ കാർത്തവീര്യാർജുനൻ പറഞ്ഞു, ആ പശുവിനെ ഒന്ന് തരുമോ? തരില്ല എന്ന് പറഞ്ഞു. രാജാവ് ഒന്നും നോക്കിയില്ല, ബലമായിട്ട് പിടിച്ചോണ്ട്. ഇതറിഞ്ഞു പിന്നീട് പരശുരാമനും സംശയമൊന്നുമില്ല, നേരെ പോയി യുദ്ധം ചെയ്യാമെന്നവരൊക്കെ വെട്ടി നിർത്തി ആ രാജാവിനെയും വധിച്ചു. പശുവിനെ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, നീ ചെയ്തത് ബ്രാഹ്മണ ധർമ്മമല്ല, ഈ പാപം നോക്കാനായിട്ട് തീർത്ഥാടനം ചെയ്യണം. അങ്ങനെ അദ്ദേഹം തീർത്ഥാടനത്തിൽ പോയി. ഈ സമയത്ത്
കാർത്തവീര്യാർജുനന്റെ പുത്രന്മാര് ഇവിടെ വന്ന് ജമദഗ്നിയുടെ തലയർത്ത് തല കൊണ്ടുപോകും. ഇങ്ങനെയൊക്കെ. അപ്പോ ഇദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഇങ്ങനെയാണ് കഥ. ഇദ്ദേഹം വീണ്ടും പോയി. ഇത്തവണ കാർത്തവീര്യാർജുനന്റെ പുത്രന്മാരെ മാത്രമല്ല ക്ഷത്രിയന്മാരെ മുഴുവൻ നിഗ്രഹിക്കും എന്ന് തീരുമാനിച്ചിട്ടാണ്. അങ്ങനെ അദ്ദേഹം 21 വട്ടം ഇങ്ങനെ ചുറ്റി നടത്തുന്നതാണ്. അങ്ങനെ ക്ഷത്രിയന്മാരെ മുഴുവൻ ദുഷ്ടന്മാരെ മുഴുവൻ അദ്ദേഹം നിഗ്രഹിച്ചു എന്നാണ്. എന്ന് മാത്രമല്ല ഇതിൽ ഒരാൾ മാത്രം രക്ഷപ്പെട്ടു. അദ്ദേഹത്തിന് ഒരു വ്രതം ഉണ്ടായിരുന്നു. ഈ വിവാഹം ചെയ്ത ഉടനെ നവവധൂവരന്മാരെ അദ്ദേഹം വെറുതെ വിട്ടു. അപ്പോൾ നാരീ കവചൻ എന്നൊരാൾക്ക് പേരുണ്ടായിരുന്നതാണ്. ഈ സൂര്യവംശത്തിലെ ഒരു രാജാവാണ്. മൂലകൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മൂലകൻ എന്ത് ചെയ്തു? പരശുരാമൻ വരുന്നുണ്ട് നടത്തി കഴിഞ്ഞാൽ അപ്പോൾ വിവാഹം കഴിച്ചു. അപ്പൊ അയാൾക്ക് നാരീ കവചൻ എന്ന പേരായി. ഇങ്ങനെയൊക്കെയാണ് സൂര്യവംശം നിലനിന്നതെന്നൊക്കെ പറഞ്ഞു. ഏതായാലും പരശുരാമൻ അങ്ങനെ 21 പ്രാവശ്യം ക്ഷത്രിയ നിഗ്രഹം കഴിഞ്ഞ് അദ്ദേഹം ആ ക്ഷത്രിയന്മാരുടെ രക്തം കൊണ്ട് തീർത്ഥ സ്നാനങ്ങൾ ഉണ്ടാക്കി എന്നാണ്, തീർത്ഥഘട്ടങ്ങൾ ഉണ്ടാക്കി എന്നാണ്. അതാണ് സ്യമന്ത പഞ്ചക തീർത്ഥങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ വേറെയും കഥയുണ്ട്. ആ പരശുരാമൻ നേരത്തെ അച്ഛൻ പറഞ്ഞപ്പോൾ അമ്മയെയും സഹോദരന്മാരെയും കുറെ കഥയുണ്ട്. അങ്ങനെയൊക്കെ കുറെ കഥകളൊക്കെ പറയും. ഏതായാലും പരശുരാമന്റെ കഥ. പിന്നെ ആ സോമവംശം പറയുമ്പോൾ പറയുന്ന ഒരു കഥയാണ് യയാതിയുടെ ചരിത്രം. യയാതി മഹാനായിട്ടുള്ള ഒരു രാജാവാണ്. അദ്ദേഹം ഒരിക്കൽ നായാട്ടിനാണ്. ആ സമയത്ത് പൊട്ടക്കിണറ്റിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. പെൺകുട്ടിയുടെ ചെന്ന് നോക്കിയപ്പോൾ ഒരു കുട്ടി വിവസ്ത്രയായിട്ട് കിടക്കണം. വേഗം അദ്ദേഹം ഉത്തരിയൊക്കെ ഇട്ട് കൈ പിടിച്ചിങ്ങനെ കയറ്റി. അപ്പൊ അവള് കയറിയപ്പോൾ പറഞ്ഞു, അങ്ങ് എന്നെ കല്യാണം കഴിച്ചു. ഇപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങയുടെ കൂടെ വരികയാണ്. അപ്പൊ ഞാനിപ്പോ നീ അവിടെ കിടന്ന് ചാവണ്ടാന്ന് വിചാരിച്ചിട്ട് രക്ഷപ്പെടുത്തിയതാണ്. നീ എന്താ ഇങ്ങനെയൊക്കെ പറയണത്? നീ ആരാ? ഞാൻ ശുക്രമഹർഷിയുടെ മകളാണ്. ദേവയാനി എന്നാണ് പേര്. ഇവിടെയാണോ താമസം എന്ന് ചോദിച്ചു. കോട്ടക്കണ്ടില്. അതല്ല, പിന്നെ തള്ളിയിട്ടതാ. ആര്? ശർമ്മിഷ്ഠ. വൃഷഭർമാവ് എന്ന അസുര രാജാവ്. അസുര രാജാവിന്റെ മകളാണ് ശർമ്മിഷ്ഠ. ശർമ്മിഷ്ഠ തള്ളിയിട്ടതാണ്. എന്താ കാരണം? അത് ഞങ്ങള് എല്ലാവരും കൂടിയിട്ട് നദിയിൽ കുളിക്കാറിറങ്ങിയതാ. വേറെയും കുറെ തോഴിമാരൊക്കെ ഉണ്ടായിരുന്നു ശർമ്മിഷ്ഠയ്ക്ക്. അങ്ങനെ പെട്ടെന്ന് നാരദ മഹർഷി ഇങ്ങനെ ഈ വഴി പോണ കണ്ടപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് വസ്ത്രമൊക്കെ എടുത്ത് ഉടുക്കാൻ വേണ്ടിയിട്ട് കരയ്ക്ക് കയറി മാറി കൊടുത്തു. അവളെ എന്റെ വസ്ത്രം കൊടുത്തു. ഞാൻ വന്നപ്പോൾ എന്റെ വസ്ത്രം കാണാനില്ല. അപ്പൊ ഞാൻ അവളോട് കുറെ ശുദ്ധി എടുത്തു. ഞാൻ പറഞ്ഞു, നീ എന്റെ അച്ഛന്റെ ഔദാര്യത്തിൽ കഴിയുന്ന രാജാവിന്റെ മകളാണ്. നിങ്ങൾ രാജാവാന്ന് പറഞ്ഞ കാര്യം എന്റെ അച്ഛനിലേക്ക് കാണാം. അപ്പൊ ഇവള് പറഞ്ഞു, നിന്റെ അച്ഛൻ? എന്റെ അച്ഛൻ ശമ്പളം കൊടുത്ത് നിർത്തിയേക്കുന്ന ആളാണ്. കുലഗുരു എന്നും പറഞ്ഞ കാര്യം രാജാവിന് തന്നെയാണ് വില. അങ്ങനെ അച്ഛനായി മുത്തച്ഛനായി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തല്ലുകൂടി അവസാനം ചർമ്മിച്ചോ ഒരു തള്ള കൊടുത്തു. അങ്ങനെയാണ് ഞാൻ കെട്ടിൽ വീണത്. പിന്നെ എന്നെ ഒരു ബ്രാഹ്മണൻ കല്യാണം കഴിക്കില്ല. അത് ഞാൻ നേരത്തെ സമ്പാദിച്ചു വെച്ച ഒരു ശാപത്തിന്റെ ഫലമാണ്. കജൻ എന്ന് പറഞ്ഞൊരാള് എന്നെ ശപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങ് എന്നെ കല്യാണം കഴിക്കണം. കാര്യം ചെയ്യാം. എന്തായാലും അദ്ദേഹം ആ ഉത്തരിയൊക്കെ കൊടുത്തു. തൽക്കാലം വസ്ത്രമൊക്കെ എടുത്തിട്ട് നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോവാം. ശുക്രമഹർഷിയുടെ അടുത്ത് ഉണ്ടാക്കി. അപ്പോൾ ശുക്രമഹർഷി പറഞ്ഞു, എന്തായാലും ശുക്രമഹർഷിക്ക് ഒരു വീക്ക്നെസ്സാണ് മകൾ എന്ത് പറയണോ അതിനനുസരിച്ച് മകളെ വിവാഹം കഴിക്കണം അന്ന് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വിവാഹം കഴിക്കാൻ തയ്യാറായി. വിവാഹം കഴിച്ചു. അപ്പോൾ ഇവൾക്ക് ഒരു വാശി. ശർമ്മിഷ്ഠയാണല്ലോ തള്ളി ഇട്ടത്. ശർമ്മിഷ്ഠ ഒരു പാഠം പഠിക്കും. അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ശർമ്മിഷ്ഠ എന്റെ ദാസിയായിട്ട് യയാതിയുടെ രാജ്യത്തേക്ക് പറഞ്ഞു. ശുക്രമഹർഷി ചോദിച്ചു, വേണോ? അതൊക്കെ വേണോ? വൈരാഗ്യമൊന്നും വെച്ച് യുദ്ധം പുലർത്തണ്ട. അല്ല, എനിക്ക് വേണം. അപ്പൊ പിന്നെ വൃഷഭർമാവിനെ വിളിച്ചു. ഇങ്ങനെയാണ് മോള് പറയണത്. ആ ശർമ്മിഷ്ഠയോട് മകളോട് എന്റെ മകളുടെ ദാസിയായിട്ട് പോകണം. ശർമ്മിഷ്ഠ സമ്മതിച്ചു എന്നാണ്. കാരണം താൻ മൂലം ഈ രാജ്യത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകണ്ട. അത് ശർമ്മിഷ്ഠ അങ്ങനെ പോകുമ്പോ യയാതിയെ വിളിച്ച് ശുക്രമഹർഷി പറഞ്ഞു, യയാതി, ഒരു കാര്യം പറയാനുണ്ട്. ഈ ശർമ്മിഷ്ഠ രാജകുമാരിയാണ്. അതുകൊണ്ട് നല്ലോണം മത്സരിക്കണം കേട്ടോ. ശരി, നല്ലോണം മത്സരിത്തി. അതിന്റെ ഫലമായിട്ട് ദേവയാനിക്ക് 2 കുട്ടികൾ, ശർമ്മിഷ്ഠയ്ക്ക് 3 കുട്ടികൾ.
3 കുട്ടികളായപ്പോഴാണ് ഈ കുട്ടികളുടെ അച്ഛൻ തന്റെ ഭർത്താവാണെന്ന് ദേവയാനി അറിയുന്നത്. ദേവയാനി ഇവിടെ വന്ന് ശുക്രമഹർഷിയോട് പറഞ്ഞു, ഇതാ എന്റെ ഭർത്താവ് ഇതിനെ ചതി ചെയ്തു, ഇപ്പൊ ശമിക്കണം. ശമിച്ചു. അങ്ങനെ വൃദ്ധനായിട്ട് തീരാൻ ശ്രമിച്ചു. അകാല വാർദ്ധക്യം ബാധിച്ചു യയാതി ശുക്രമഹർഷിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, എനിക്ക് ആഗ്രഹം തീർന്നിട്ടില്ല, എനിക്ക് ഇനി ആഗ്രഹങ്ങളുണ്ട്, എനിക്ക് യൗവനം തിരിച്ചു തരണം എന്നല്ലോ. അങ്ങനെ ഇപ്പോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി മാറി തരാൻ പറ്റും. ഒരു കാര്യം ചെയ്യും, മക്കളാരെങ്കിലും യൗവനം തരാൻ തയ്യാറാണെങ്കിൽ എക്സ്ചേഞ്ച് ഞാൻ ശരിയാക്കാം. അങ്ങനെ മക്കളോട് നാണമില്ലാതെ വിളിച്ചു ചോദിച്ചു. ഓരോ മകളെ യദു, തുർവസു, അനു, ദ്രുഷു, പൂരു, ഇങ്ങനെയൊക്കെയാണ് മക്കളുടെ പേര്. ഇവരൊക്കെ ഓരോരുത്തരെ വിളിച്ചു. ആരും സമ്മതിച്ചില്ല. അവസാനത്തെ മകൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ തരാം. കാരണം ഉത്തമനായിട്ടുള്ള പുത്രൻ അച്ഛനമ്മമാരുടെ ഇംഗിതം അറിഞ്ഞു പ്രവർത്തിക്കുന്നവനാണ്, പറഞ്ഞ് അറിയാനല്ല, അറിഞ്ഞു പ്രവർത്തിക്കണം. മധ്യമനാണ് പറഞ്ഞാൽ നല്ല ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നത്. അപ്പൊ എനിക്കിനി ഉത്തമനാവാൻ പറ്റില്ല, മധ്യമനെങ്കിലും ആവട്ടെ, ഞാൻ തീർച്ചയായിട്ടും എൻ്റെ യൗവനം തരാം. അങ്ങനെ യൗവനം കൊടുത്തു, വാർദ്ധക്യം സ്വീകരിച്ചു, പൂരു. ഇദ്ദേഹം ഭാര്യമാരോടുകൂടി അങ്ങനെ സുഖമായിട്ട് ജീവിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് മടുത്തു എന്നാണ്. ഹവിഷ കൃഷ്ണമത്മേവ എന്നാണ്. അഗ്നിയിൽ നെയ്യൊഴിക്കുന്നത് പോലെയാണ് ഈ കാമത്തെ കാമപൂർത്തിക്ക് ശ്രമിക്കുന്നത്. കാമം ഒരിക്കലും തൃപ്തിയാവില്ല. കാമം അനുഭവിച്ച് തൃപ്തിപ്പെടാം എന്ന് വിചാരിച്ചാൽ സാധിക്കില്ല എന്നാണ്. കാമം അനുഭവിക്കും തോറും വീണ്ടും വീണ്ടും അനുഭവിക്കണം എന്നാണ് തോന്നുന്നത്. അങ്ങനെ ബോധം വന്നു അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹം നിർത്തി എല്ലാ പരിപാടിയും. അദ്ദേഹത്തിന് വിരക്തി വന്നു, തീവ്ര വിരക്തി വന്നു. അങ്ങനെ ആ പൂരുവിനെ വിളിച്ച് അദ്ദേഹത്തിന് ആ യൗവനം തിരിച്ചു കൊടുത്തു, വാർദ്ധക്യം സ്വീകരിച്ചു. അദ്ദേഹം ഭാര്യമാരെ കഥകളും പല യുക്തികളൊക്കെ പറഞ്ഞ് അവർക്കും ബോധം വരുത്തി. അങ്ങനെ അദ്ദേഹം തപസ് ചെയ്യാൻ പോയി. അങ്ങനെ തപസ് ചെയ്ത് അദ്ദേഹം സിദ്ധി നേടി എന്നാണ് യയാതിയുടെ ചരിത്രം. പിന്നെ ആ പൂരുവിന്റെ വംശം വന്നിക്കുമ്പോഴാണ് ദുഷ്യന്തൻ, ശകുന്തള, അതൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അവരുടെ പുത്രനാണ് ഭരതൻ. ഇദ്ദേഹം ജനിച്ചത് കാട്ടിലാണ്, കണ്ണൂർ മഹർഷിയുടെ ആശ്രമത്തിലാണ്. അപ്പൊ അദ്ദേഹം ആ ജനിച്ചപ്പോഴുള്ള കൂട്ടുകെട്ട് സിംഹങ്ങളും പുലികളും ഒക്കെ ആയിട്ടാണ്. ഇന്ന് പറയണ പോലെയല്ല, അവൻ പുലിയാണ് എന്ന് പറഞ്ഞ പോലെയല്ല, ശരിക്കും പുലിയായിരുന്നു. കാരണം ഇവരുടെ കൂടെയാണ് കൂട്ടുകെട്ടുള്ളത്. അപ്പൊ ഇദ്ദേഹം പിന്നെ തിരിച്ചു വന്നു ശകുന്തലയോടുകൂടി. വലുതായപ്പോൾ ഇദ്ദേഹം രാജാവായിരുന്നു. അദ്ദേഹം രാജ്യം ഭരിച്ചത് കൊണ്ടാണ് ഭാരതം എന്ന് പേരായത് എന്നും പറയുന്നുണ്ട്. അത്ര കേവലായിരുന്നു എന്നാണ്. അപ്പൊ ആ ഭരതന് കുറെ ഭാര്യമാരുണ്ടായിരുന്നു, അദ്ദേഹത്തിന് പുത്രന്മാരും ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് ഒരു പ്രശ്നമുണ്ട്. ഇദ്ദേഹത്തിന് ഈ ഭാര്യമാരുമായിട്ട് ഇങ്ങനെ ഒരു ഒരു തമാശയൊക്കെ പറഞ്ഞ് ഒന്ന് രസിച്ച് ഇങ്ങനെ അങ്ങനെയൊന്നും പറ്റില്ല. ഇദ്ദേഹം ഒരു ഗൗരവക്കാരനാണ്. കാരണം എന്താ, കുട്ടിക്കാലത്തെ സിംഹങ്ങളും പുലിക്കളും ഒക്കെ ആയിട്ടാണല്ലോ കൂട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും. ഏതായാലും ഇദ്ദേഹത്തിന് പക്ഷേ ഈ പല ദിക്കിലും ചെല്ലുമ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് നല്ല സുഖമായിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ചിങ്ങനെ ആളുകൾ ജീവിക്കുന്നത് കാണുമ്പോൾ ഒരു താല്പര്യം, തമാശ പറയണം ഭാര്യമാരോട്. അങ്ങനെ അദ്ദേഹം നിശ്ചയിച്ച ഒരു ദിവസം തമാശ. ആരോടെ? ഭാര്യമാരവിടെ, ഭാര്യമാരൊക്കെ നിർത്തി, കുട്ടികളവിടെ, കുട്ടികൾ നിർത്തി നിർത്തി. അദ്ദേഹം സീരിയസ് ആയിട്ട് തമാശ പറഞ്ഞു. കുട്ടികളെയും ഭാര്യമാരെയും നോക്കി മാറി നോക്കിയിട്ട് പറഞ്ഞു, ഈ കുട്ടികൾക്കൊന്നും എന്റെ ഛായയില്ലല്ലോ. ഭാര്യമാര് ഇന്നേ അവരെ തമാശ പറയാത്ത ആളാണ്. ഇയാൾ തമാശ പറയുന്നത് ആർക്കെങ്കിലും. ഭാര്യമാര് പേടിച്ച് ഈ കുട്ടികളെയൊക്കെ കൊന്നു കളഞ്ഞു. അപ്പൊ ദേവന്മാർക്ക് ഒരു കാരുണ്യം തോന്നി. അങ്ങനെയാണ് ഭരദ്വാജൻ പുത്രനായിട്ട് പറഞ്ഞത്. ഭരദ്വാജൻ ശരിക്കും ബൃഹസ്പതിയുടെ പുത്രനാണെന്നാണ്. അതിന് വേറെ കഥയുണ്ട്, അതുകൊണ്ട് ഏതായാലും ഒക്കെ ഭയങ്കര കഥകളാണ്. അതുകൊണ്ട് ഭരദ്വാജനെ പുത്രനായിട്ട് ഇദ്ദേഹത്തിന് കൊടുത്തു. അങ്ങനെ അദ്ദേഹം പിന്നെ രാജാവായിട്ട് തീർന്നു. ഇങ്ങനെ പറഞ്ഞാൽ എത്ര കഥകളാണ്. പിന്നെ ആ വംശത്തിലാണ് കുരുവംശം എന്ന് പേരായിട്ട്, പൂരുവിന്റെ വംശം കുരുവംശം, കുരു എന്ന് പേരായിട്ട് ഒരു രാജാവുണ്ട്. പിന്നെ ശന്തനു മഹാരാജാവ് ഭീഷ്മരൻ പുത്രനായിട്ട്. പിന്നെ സത്യവതിയെ വിവാഹം കഴിക്കുന്നത് ചിത്രാംഗതൻ, വിചിത്രവീര്യൻ ഉള്ള ഭാര്യമാര്, അംബിക ഭാര്യമാര്, കുട്ടികളുണ്ടായില്ല. വ്യാസൻ പുത്രോത്പാദനം ചെയ്തു. അങ്ങനെയാണ് ധൃതരാഷ്ട്ര, പാണ്ഡു, വിതുരര് ഇതൊക്കെ ഉണ്ടാവുന്നത്. അവരുടെ വംശം. പരീക്ഷത്തിന്റെ കാര്യം, പരീക്ഷത്തിന് ഇനി ഉണ്ടാവാൻ പോകുന്ന തലമുറകളെ കുറിച്ചൊക്കെ ശുഗൻ സൂചിപ്പിക്കും. അങ്ങനെ പൂരുവംശം. പിന്നെ മറ്റു പുത്രന്മാർ, യയാതിയുടെ അനു, ദൃഷു ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള പുത്രന്മാരുണ്ടല്ലോ. തുർവസു
ഇങ്ങനെയുള്ള 3 പുത്രന്മാരുടെ അവസാനമാണ് യദുവിന്റെ വംശത്തെക്കുറിച്ച് വർണ്ണിക്കുന്നത്. അപ്പൊ അങ്ങനെ വർണ്ണിച്ചു വരുമ്പോൾ വസുദേവര് ദേവകന്റെ 7 പുത്രിമാരുണ്ട്. അവരൊക്കെ വിവാഹം കഴിച്ചത് വസുദേവരാണ്. അതിൽ അവസാനത്തെ ആളാണ് ദേവകി. ആ ദേവകിയിൽ വസുദേവർക്ക് 8 പുത്രന്മാരും 1 പുത്രിയും ഉണ്ടായി. സുഭദ്ര അവസാനം ഉണ്ടായത്. 6 പുത്രന്മാരെ കംസൻ വധിച്ചു. 7ാമത്തെ ആള് ഗർഭത്തിലിരിക്കുമ്പോൾ അലസി. അത് രോഹിണി, വസുദേവന്റെ മറ്റൊരു പത്നിയായിട്ടുള്ള രോഹിണി ഗർഭത്തിൽ പ്രവേശിച്ചു. രോഹിണി പുത്രനായിട്ടാണ് ജനിച്ചത്. 8ാമതായിട്ട് ഭഗവാൻ ജനിച്ചു. ഈ ഭഗവാന്റെ ലീലകളെ വളരെ ചുരുക്കി വർണ്ണിച്ചപ്പോൾ പരീക്ഷിത്ത് പറഞ്ഞു, ഇങ്ങനെ ചുരുക്കിയാൽ പോരാ, എനിക്ക് വളരെ വിശദമായിട്ട് ഭഗവാന്റെ കഥ കേൾക്കണം. ഞാൻ ആദ്യം മുതലേ പക്ഷിയെ കൃഷ്ണകഥോദയം, കൃഷ്ണന്റെ കഥ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് കൃഷ്ണന്റെ കഥ വളരെ വിസ്തരിച്ച് പറയണം. അങ്ങനെയാണ് 10ാമത്തെ സ്കന്ധം ആരംഭിക്കുന്നത്. ഭഗവാന്റെ അവതാരം പറയാനായിട്ട് ആരംഭിക്കുകയാണ്. പരീക്ഷിത്ത് പറയുന്നത്, ഞാൻ പ്രായോപവേശ വ്രതം സ്വീകരിച്ചിരിക്കുകയാണ് എന്ന് വിചാരിച്ച് എനിക്ക് വെള്ളം കുടിക്കാത്തതുകൊണ്ടും ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടും 3-4 ദിവസമായില്ലോ എനിക്ക് ക്ഷീണമുണ്ട് എന്ന് അങ്ങ് വിചാരിക്കണ്ട. അങ്ങയുടെ മുഖകമലത്തിൽ നിന്ന് ഊറി വരുന്ന അമൃത സമാനമായിട്ടുള്ള ഈ ഭഗവത് കഥകള് കേൾക്കുമ്പോൾ ഒരു ക്ഷീണവുമില്ല എന്ന് മാത്രമല്ല, ഉത്സാഹം കൂടി വരിക. അതുകൊണ്ട് എനിക്ക് ശ്രദ്ധയില്ല എന്ന് വിചാരിച്ച് അങ്ങ് പറയാതിരിക്കരുത്. ഭഗവാന്റെ കഥകൾ കേട്ടാലും മതി വരാത്തതാണ്. അതുകൊണ്ട് അങ്ങ് വിസ്തരിച്ച് തന്നെ ആ കൃഷ്ണകഥകൾ പറയണം. സൂര്യവംശത്തെക്കുറിച്ചും സോമവംശത്തെക്കുറിച്ചും ഒക്കെ അങ്ങ് കുറച്ച് വിസ്തരിച്ച് പറഞ്ഞുവല്ലോ. അതുപോരാ, എനിക്ക് കൃഷ്ണകഥകൾ ഏറ്റവും വിസ്തരിച്ച് കേൾക്കണം. ഇതാണ് ആവശ്യം. വലിയ സന്തോഷമായി ശുഗർ ബ്രഹ്മർഷിക്ക്. അദ്ദേഹം പറഞ്ഞു, ഈ ഭഗവാന്റെ കഥകളെ കുറിച്ച് പറയൂ എന്ന് പറയുന്ന ആ ചോദ്യകർത്താവിനും ആ കൃഷ്ണകഥകൾ പറയാൻ തുടങ്ങുന്ന വക്താവിനും എല്ലാവർക്കും ശ്രോതാവിനും ഒക്കെ ഇത് മംഗളത്തെ നൽകുന്നതാണ്, ലോകത്തിന് മുഴുവൻ മംഗളത്തെ നൽകുന്നതാണ്. അതുകൊണ്ട് അങ്ങയുടെ ചോദ്യം അങ്ങയ്ക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവൻ ഉപകാരപ്പെടുന്നതാണ്. ഞാൻ പറയാം. പണ്ട് ഉഗ്രസേന മഹാരാജാവ് ഇങ്ങനെ ആ മധുര ഭരിക്കുമ്പോൾ കംസൻ എന്ന പുത്രൻ, അതുപോലെ കംസന്റെ സുഹൃത്തുക്കളായിട്ട് വേറെയും അസുരന്മാർ കുറേയുണ്ട്, അസുരബുദ്ധികളായിട്ട്. ഇവരെ കൊണ്ട് ഭൂമിക്ക് വലിയ ഭാരം അനുഭവപ്പെട്ടു. ദുഷ്ടന്മാർ വർദ്ധിക്കുമ്പോഴാണ് ഭൂമിക്ക് വലിയ സങ്കടം വരിക. ആ ഭൂമി ദേവി പശുവിന്റെ രൂപത്തിൽ ബ്രഹ്മാവിന്റെ അടുത്ത് നിന്ന് സങ്കടം പറഞ്ഞു. ദേവന്മാരും ബ്രഹ്മാവിന്റെ അടുത്ത് എത്തി സങ്കടം പറഞ്ഞു, ദുഷ്ടന്മാരിങ്ങനെ വർദ്ധിക്കണം. അപ്പോ ഈ ദുഷ്ടന്മാരെ ഒന്ന് ഒതുക്കാനായിട്ട് എന്തെങ്കിലും വഴി കാണണം. ബ്രഹ്മാവ് ശിവനോടും മറ്റു ദേവന്മാരോടും ഭൂമിയോടും കൂടി പാലാഴി തീരത്ത് എന്ന് പുരുഷസൂക്തമൊക്കെ ജപിച്ച് ഭഗവാനെ സന്തോഷിപ്പിച്ചു. ഭഗവാനോട് സങ്കടം പറഞ്ഞു. ഭഗവാൻ ബ്രഹ്മാവിന് രഹസ്യമായിട്ട് അരുളി ചെയ്തു, ഞാൻ നിങ്ങളുടെ എല്ലാം സങ്കടം മനസ്സിലാക്കുന്നു, ഞാൻ അവതരിക്കും. വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായിട്ട് ഞാൻ അവതരിക്കും. ഭൂമിയുടെ ദുഃഖം, ദേവന്മാരുടെ ദുഃഖം എല്ലാം ഞാൻ തീർക്കും. ആ ദുഷ്ടന്മാരെയൊക്കെ ഞാൻ നിഗ്രഹിക്കും. സമയം കാത്തിരിക്കൂ എന്ന് പറഞ്ഞു. അതിനു മുമ്പ്, ഞാൻ അവതരിക്കുന്നതിന് മുമ്പ് ദേവന്മാരും ദേവസ്ത്രീകളും യാദവ കുലത്തിലും അതുപോലെ ഗോപന്മാരായിട്ടും ഗോപികമാരായിട്ടും വ്രജത്തിലും ജനിക്കണം എന്ന് നിർദ്ദേശിച്ചു. ബ്രഹ്മാവ് ഈ ഭഗവാന്റെ വാക്കുകൾ ദേവന്മാരെ കേൾപ്പിച്ചു, ഭൂമിയെ കേൾപ്പിച്ചു, അവരെയൊക്കെ ആശ്വസിപ്പിച്ചു. ദേവന്മാർ ഭഗവാൻ പറഞ്ഞ പ്രകാരം യാദവ കുലത്തിലും അതുപോലെ വ്രജത്തിലും ജനിച്ചു. പിന്നീട് ശ്രീശുക ബ്രഹ്മർഷി വസുദേവരും ദേവകിയും തമ്മിലുള്ള വിവാഹ കഥയാണ് പറയണത്. ഈ കംസന്റെ നേരെ സഹോദരി അല്ല എങ്കിലും കംസന് വലിയ വാത്സല്യമാണ് ദേവകിയോട്.
അങ്ങനെ കംസൻ തന്നെയാണ് വിവാഹത്തിന് ശേഷം വസുദേവരുടെ ഗൃഹത്തിലേക്ക് ദേവകിയെയും വഹിച്ചു കൊണ്ടുപോകുന്ന വധൂവരന്മാരെ വഹിച്ചു കൊണ്ടുപോകുന്ന തേര് തെളിക്കുന്നത്. ധാരാളം ആളുകൾ ഈ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് വഴിയോർത്തൊക്കെ ഉണ്ട്. നല്ല ആഘോഷമായിട്ടാണല്ലോ ഇവരുടെയൊക്കെ വിവാഹം ഉണ്ടാവുക. കുറേ സമ്മാനങ്ങളൊക്കെ ആയിട്ട് വേറെയും വണ്ടികൾ പിന്നാലെയുണ്ട്. അങ്ങനെ ഘോഷയാത്രയായിട്ട് വസുദേവരുടെ ഗൃഹത്തിലേക്ക് യാത്ര ചെയ്യാണ്. ആ സമയത്താണ് ഒരു അശരീരി അസ്യാസ്ത്വാമഷ്ടമോ ഗർഭോ ഹന്തായ വഹസേ ബുധ എന്ന്, നീ വഹിക്കുന്ന ഇവളുടെ 8ാമത്തെ പുത്രൻ നിന്റെ അന്തകനായിട്ട് തീരും എന്ന് അശരീരി. ഇത് കേട്ടപ്പോൾ കംസന്റെ സ്നേഹമെല്ലാം പോയി. കംസൻ പെട്ടെന്ന് ക്രുദ്ധനായി ചമ്മട്ടിയും കടിഞ്ഞാണും ഒക്കെ വലിച്ചെറിഞ്ഞ് അദ്ദേഹം വാളൂരി ദേവകിയുടെ കൈ പിടിച്ച് വെട്ടാനായിട്ട് പോകുകയാണ്. ഈ സമയത്ത് വസുദേവര് വേഗം കംസനെ തടഞ്ഞുകൊണ്ട് കംസനോട് പറഞ്ഞു, അല്ലയോ ശ്ലാഘനീയ ഗുണശൂരേ ഭവാൻ ഭോജേ സസ്കര സ കഥം ഭഗിനീം ഹന്യാൽ സ്ത്രീയം ഉദ്വാഹ പർവണി മൃത്യുർജന്മവതാം വീര ദേഹേന സഹജായതേ അദ്യവാബ്ദശതാം ദേവ മൃത്യുമേ പ്രാണിനാം ഭുവ. വസുദേവര് പറയാ, അല്ലയോ കംസ, അങ്ങയെക്കുറിച്ച് ഇപ്പൊ എല്ലാവരും നല്ലതാണ് പറയണത്. എല്ലാവർക്കും കംസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അഭിപ്രായമാണ്. അങ്ങനെ നല്ല യശസ്സുള്ള അങ്ങ് ഇപ്പോൾ ഈ സഹോദരിയെ വധിക്കാൻ തുനിഞ്ഞാൽ ആളുകൾ എന്ത് പറയും? അങ്ങ് മരിക്കും എന്ന് വിചാരിച്ചിട്ടാണ്, മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൃത്യം ചെയ്യണതെങ്കിൽ അങ്ങ് മരിക്കാതിരിക്കില്ല. അദ്യവാ അബ്ദശതാം ദേവ, ജനിച്ചോ മരിക്കും, അത് ഉറപ്പാണ്. പ്രാണിനാം അദ്യവാബ്ദശതാം ദേവ മൃത്യുർവൈ പ്രാണിനാം ധ്രുവ, മൃത്യു പ്രാണികൾക്ക് നിശ്ചയമാണ്. ജനിക്കുമ്പോൾ തന്നെ ഒരു ഇരട്ട സഹോദരനെ പോലെ മൃത്യു കൂടെ ജനിച്ചിട്ടുണ്ട്. അത് എപ്പോൾ വേണമെങ്കിൽ കഴുത്തിൽ പിടിക്കും. അത് ഇപ്പോഴാവാം, 100 വർഷം കഴിഞ്ഞിട്ടാവാം, എപ്പോഴായാലും മരിക്കണ്ടേ. അതിലിപ്പോ പരിഭ്രമിച്ചിട്ട് എന്താ കാര്യം? അതിനുവേണ്ടി ആ മരണത്തെ ജയിക്കാൻ വേണ്ടി ഒരു അധർമ്മം ചെയ്തു കഴിഞ്ഞാൽ മരണത്തെ ജയിക്കൂല, അധർമ്മം ചെയ്തതിന്റെ ഫലം അനുഭവിക്കുകയും വേണ്ടി വരും. അതുകൊണ്ട് അങ്ങ് ഇതിൽ നിന്ന് പിൻവാങ്ങൂ എന്നൊക്കെ പറഞ്ഞു. കംസനുണ്ടോ ഇതൊക്കെ കേൾക്കണു? കംസന്റെ ക്രോധമൊന്നും അടങ്ങണില്ല. വസുദേവന് ചിന്തിച്ചു, ഇനി എന്ത് പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തെ ഒന്ന് അടക്കുക? ബുദ്ധിമാനായിട്ടുള്ള വസുദേവന് ചിന്തിച്ചു, ഇപ്പൊ വിവാഹം കഴിഞ്ഞിട്ടേ ഉള്ളൂ, കുട്ടികൾ ഉണ്ടാവോ എന്ന് തന്നെ ആർക്കറിയാം. 8ാമത്തെ പുത്രൻ പോട്ടെ, കുട്ടികൾ ഉണ്ടാവുമോ എന്ന് തന്നെ നിശ്ചയില്ല. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് വസുദേവന് പറഞ്ഞു, അല്ലയോ കംസ, ഇപ്പൊ വിവാഹം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, ഇവള് കൊല്ലും എന്നല്ലല്ലോ പറഞ്ഞത്, ഞാൻ കൊല്ലുമെന്നല്ല പറഞ്ഞത്. പിന്നെയോ ഞങ്ങളുടെ പുത്രൻ കൊല്ലുന്നല്ലേ പറഞ്ഞത്. 8ാമനെ ആക്കണ്ട, ആദ്യം മുതല് എല്ലാ പുത്രന്മാരെയും ഞാൻ അങ്ങക്ക് സമർപ്പിക്കാം. കൊല്ലുകയോ വളർത്തുകയോ എന്തു വേണമെങ്കിൽ അങ്ങേക്ക് ചെയ്യാം. പക്ഷേ ഇവളെ വെറുതെ വിടും, ഇവളൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇത് പറഞ്ഞപ്പോൾ കംസന് ശരിയാണെന്ന് തോന്നി. അങ്ങനെയാണ് കംസൻ ദേവകിയെ വെറുതെ വിട്ടു. പിന്നെ അങ്ങനെ യഥാകാലം അവർക്ക് ആദ്യത്തെ പുത്രനുണ്ടായി, കീർത്തിമാൻ എന്ന് പേരിട്ടു. ഇദ്ദേഹം വസുദേവര് സത്യസന്ധനാണ്. അതുകൊണ്ടാണ് കംസന് നല്ല വിശ്വാസമായത്. അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ സമ്മതിക്കുമോ? വസുദേവര് പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് കംസൻ വെറുതെ വിട്ടത്. വസുദേവര് ഒരു കാര്യം പറഞ്ഞാൽ അത് മാറില്ല, അത്ര നിഷ്ഠയുള്ള ആളാണ്. അപ്പൊ തന്റെ പുത്രനെ കൊല്ലാൻ വേണ്ടി ശത്രുവിന് കൊണ്ടുകൊടുക്കുമ്പോൾ, കംസന് കൊണ്ടുകൊടുക്കുമ്പോൾ, ഇദ്ദേഹത്തിന് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല വസുദേവർക്ക്, സത്യത്തിലുള്ള നിഷ്ഠയാണ്. ഇത് കണ്ട് കംസന് പോലും മനസ്സലിഞ്ഞു. കംസൻ പറഞ്ഞു, പ്രതിയാത് കുമാരോയം, എനിക്ക് 8ാമനെ കിട്ടിയാൽ മതി, ഇവരെ കൊണ്ടുകൊള്ളു, ഇവരെ എന്റെ ശത്രു എന്നല്ല. അങ്ങനെ തിരിച്ചയച്ചു. പക്ഷെ വസുദേവർക്ക് സന്തോഷമൊന്നും ഉണ്ടായില്ല പറ്റും. കാരണം എന്താ? ദുഷ്ടന്മാരുടെ വാക്കിന് അത്ര ബലമൊന്നുമില്ല, അവരെപ്പോ വേണമെങ്കിൽ മാറ്റും. അതുകൊണ്ട് വസുദേവരെ തൽക്കാലം തിരിച്ചു കൊണ്ടുവന്നു. യഥാകാലം അവർക്ക് 6 കുട്ടികൾ ഉണ്ടാവുകയുള്ളൂ. ഈ സമയത്ത് നാരദ മഹർഷി വന്നു.
ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇന്നൊന്നും കൃഷ്ണാവതാരം ഉണ്ടാവില്ല. നാരദ മഹർഷി വന്ന് കംസനോട് പറഞ്ഞു, കംസ അങ്ങ് എന്നാലും മഹാൻ തന്നെയാണോ? കാരണം അവനവന്റെ അന്തകന്മാരെ കയ്യിൽ കിട്ടിയിട്ടും അവിടെ വെറുതെ വിടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങേപോലുള്ള മഹാത്മാക്കൾക്ക് തന്നെ പറ്റുള്ളൂ. എന്താ നാരദ മഹർഷി അങ്ങ് പറയണത്? അല്ല, അങ്ങ് ആ ശരീരം കേട്ടതല്ലേ വസുദേവന്റെ പുത്രന്മാരെയൊക്കെ, എന്നിട്ടും അങ്ങ് വെറുതെ വിട്ടില്ല, അങ്ങ് ഇപ്പോഴും അവരെ ജീവിക്കാൻ അനുവദിച്ചല്ലോ. അതന്നെ അങ്ങയുടെ മഹത്വം. അല്ല, ഇവരൊന്നും എട്ടാമൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈ അർത്ഥം? ഈ ദേവന്മാരുടെ വാക്കുകളല്ലേ ഈ അശരീരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദേവന്മാരുടെ വാക്കുകൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? ശരിക്ക് എട്ടാമൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമൊന്നും ആവില്ല. പിന്നെ മാത്രവുമല്ല, അങ്ങ് കാലനേമിയായിരുന്നു കഴിഞ്ഞ അസുരനാണ്. അപ്പൊ ഈ ദേവന്മാരുടെ വാക്ക് ഒരു അസുരൻ വിശ്വസിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അസുരന്മാരുടെ ശത്രുവാണല്ലോ ദേവന്മാര്. അവര് അസുരന്മാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടല്ലാണ്ട് വേറെ എന്തെങ്കിലും പറയും. അതുകൊണ്ട് അങ്ങ് ഇതൊക്കെ വിശ്വസിക്കണത് വിശ്വസിച്ചോളൂ, ലോഹമൊന്നുമില്ല. പക്ഷേ അങ്ങ് സത്യം പറയണം. അങ്ങ് അസുരനാണ്. അങ്ങയുടെ കുറെ സുഹൃത്തുക്കളുണ്ടല്ലോ ഇവിടെ, ചാണൂരൻ, മുഷ്ടികൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളൂ. അവരൊക്കെ നിങ്ങളൊക്കെ കഴിഞ്ഞ ജന്മത്തിൽ അസുരന്മാരായിരുന്നു. ഇപ്പോ യാദവനായിട്ട് ജനിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ അങ്ങയുടെ അച്ഛനൊക്കെ ദേവാംശ സംഭൂതരാണ്. ഇതുപോലെ ഇവിടെ ഈ ദേവകിയൊക്കെ ദേവാംശ സംഭൂതരാണ്, വസുദേവരൊക്കെ. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങ് എന്താ വെച്ചാൽ പ്രവർത്തിച്ചോളൂ. എട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ പലതരത്തിലാവാം എട്ടൊക്കെ. അതുകൊണ്ട് അങ്ങ് സൂക്ഷിച്ചോളൂ ഒക്കെ പറഞ്ഞു പോയി. ഭയാൽ കംസ എന്നാണ്. ഭയം സ്വതവേ ഒരു ശീലമായിട്ടുള്ള ആളാണ്. സ്വന്തം ഭാവം എന്താ വെച്ചാൽ ഭയാണ്. എന്ത് കേട്ടാലും എട്ട് അവിടെ ഇതൊന്നും പറ്റില്ലാന്നർത്ഥം. ഫയർ വർക്ക്സ് ഒന്നും നിരോധിച്ചു. കാരണം എട്ട് എന്ന് കേട്ടാൽ പൊട്ട് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ താന്നുള്ള അക്ഷരം ക്യാൻസൽ ചെയ്തു. ഇത് കേട്ടാൽ കംസനെ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള ആളാണ് കംസന്. ഈ നാരദ മഹർഷി പറഞ്ഞു കേട്ടപ്പോൾ ഭയമായി. ഇപ്പൊ ഒന്നാമൻ തന്നെ ആവോ ഈ പറഞ്ഞ എട്ടാമൻ? അറിയില്ലല്ലോ. അതുകൊണ്ട് കംസൻ എന്ത് ചെയ്തു? ഈ വസുദേവരെയും ദേവകിയും ഒക്കെ കാരാഗ്രഹത്തിൽ അടച്ചു. 6 പുത്രന്മാരെയും നിർദ്ദയം നിഗ്രഹിച്ചു. ഉഗ്രസേന മഹാരാജാവിനെ സ്ഥാനഭ്രഷ്ടനാക്കി താൻ തന്നെയാണ് രാജാവ് എന്ന് നിശ്ചയിച്ചു. അങ്ങനെ കംസന്റെ ഭരണം. ദേവകി 7ാമതായിട്ട് ഗർഭിണിയായി. ഭഗവാൻ മായാദേവിയെ വിളിച്ച് പറഞ്ഞു, ദേവി, കംസന്റെ കാരാഗ്രഹത്തിൽ വസുദേവരുടെ പത്നി 7ാമത് ദേവകി ഗർഭിണിയാണ്. ആ ഗർഭത്തെ ദേവി അവിടുന്ന് ആവേശിച്ച് വസുദേവരുടെ മറ്റൊരു പത്നി രോഹിണി വ്രജത്തില് നന്ദഗോപന്റെ ഗൃഹത്തിൽ താമസിക്കുന്നുണ്ട്. ആ രോഹിണി ഗർഭത്തിലേക്ക് മാറ്റണം. ദേവി യശോദയുടെ പുത്രിയായിട്ട് ജനിക്കണം. ഞാനിതാ ദേവകിയുടെ 8ാമത്തെ പുത്രനായിട്ട് ജനിക്കാൻ പുറപ്പെടുകയാണ്. ദേവിക്ക് പല നാമങ്ങളിൽ ആളുകൾ പൂജയൊക്കെ ചെയ്യും, പല സ്ഥാനങ്ങളൊക്കെ നൽകും എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചയച്ചു. ആ മായാഭഗവതി ഇവിടെ വന്ന് ദേവകി ഗർഭത്തെ രോഹിണി ഗർഭത്തിലേക്ക് മാറ്റി. അങ്ങനെ ആളുകൾ പറയാൻ തുടങ്ങി, ഇന്നലെ വരെ 7 മാസം ഗർഭമുണ്ടായിരുന്നു, ഇപ്പൊ അവിടെ പോയി കാണാനില്ലോ. അഹോ വിശ്രംസിതോ ഗർഭ ഇത് പൗരാവിജുഷു. മറ്റത് ശ്രീസുഖ ബ്രഹ്മർഷി പറഞ്ഞിട്ടില്ല. എന്ത്? ഇന്നലെ വരെ ഗർഭമില്ലാത്ത രോഹിണി 7 മാസം അത് പറഞ്ഞിട്ടില്ല. ഏതായാലും അങ്ങനെ 8ാമതായിട്ട് ഭഗവാൻ ദേവകി ഗർഭത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വസുദേവരുടെ മനസ്സിലാണ് ആദ്യം ഭഗവാൻ തന്റെ രൂപം ആവേശിച്ചത്. വസുദേവനിൽ നിന്ന് ആ രൂപം ദേവകി ഗർഭ ശ്രീകോവിലേക്ക് മാറുന്നു. അങ്ങനെ ഇപ്പോ ദേവകിയെ കണ്ടു കഴിഞ്ഞാൽ എന്തെന്നില്ലാത്ത തേജസ്. കംസന് പേടി വർദ്ധിച്ചു. കംസന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു നോക്കും. അപ്പൊ 7ാമത്തെ പോയി, പ്രസവിച്ചിട്ടുമില്ല. ഇതിപ്പോ കണക്ക് 7 അതോ ഇപ്പോഴത്തെ ഗർഭം ഇപ്പൊ ഏതാ? 8ാമത്തെ ആണോ 7ാമത്തെ ആണോ കൺഫ്യൂഷൻ. ഏതായാലും ഇപ്പൊ എല്ലാവരും കൊല്ലാന്ന് നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. അത് കാരണം പിന്നെ കുഴപ്പമില്ല. ഏതായാലും കംസന് പേടി ഇങ്ങനെ വർദ്ധിച്ചു വരാം.
മാത്രവുമല്ല ഭഗവാനെ ഗർഭത്തിൽ ഭഗവാൻ ദേവകി ഗർഭത്തിൽ പ്രവേശിച്ചതോടുകൂടി ദേവകിക്ക് എന്തെന്നില്ലാത്ത ഒരു തേജസ്സും വന്നു. ഇപ്പോൾ കംസന് തീരുമാനമായി ഇത് വിഷ്ണു തന്നെ, തന്റെ അന്തകൻ തന്നെയാണ് ഇവളുടെ ഗർഭത്തിൽ എന്ന്. അങ്ങനെ ചിന്തിച്ച് ഭഗവാനെ തന്നെ ഭയം കൊണ്ടാണെങ്കിലും ഭഗവാനെ തന്നെ ചിന്തിച്ച് കാണുന്നതൊക്കെ ഭഗവന്മയമായി കംസന്. ആസീന സംവിശൻ തിഷ്ഠൻ ഭുഞ്ചാന പര്യടൻ മഹീം ചിന്തയാനോ ഹൃഷീകേശം അവശ്യ തന്മയം ജഗൽ. ഇങ്ങനെയായി കംസന്റെ അവസ്ഥ. ബ്രഹ്മാവും ശിവനും മറ്റു ദേവന്മാരും നാരദാദി മഹർഷിമാരും ഒക്കെ വന്ന് ദേവകീ ഗർഭത്തിലുള്ള ഭഗവാനെ സ്തുതിച്ചു. ആദ്യം തത്വങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് സ്തുതി. പിന്നെ ഭഗവാനെ വിളിച്ച് അരവിന്ദാക്ഷ എന്ന് വിളിച്ചുകൊണ്ടായി സ്തുതി. ഏന്യേരവിന്ദാക്ഷ വിമുക്തമാനിന ത്വയ്യസ്തഭാവാദ വിശുദ്ധ ബുദ്ധയ ആരുഹ്യ കൃക്ഷേണ പരം പദം തദ പതന്യധോനാകൃതയുഷ്മദംഘ്രയ. ഭഗവാനെ, ജ്ഞാനം കുറെ അറിവൊക്കെ നേടി ഞാനിപ്പോ ഇതാ നല്ല അറിവുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന ആളുകള് അങ്ങയിൽ ഭക്തിയില്ലെങ്കിൽ ഏത് അറിവിന്റെ കൊടുമുടിയിൽ നിന്നും ക്ഷണനേരം കൊണ്ട് താഴെ വീഴും. അതുകൊണ്ട് ഭക്തി തന്നെയാണ് മുഖ്യം. അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ഭക്തി ഉണ്ടാവാൻ അനുഗ്രഹിക്കണേ. അങ്ങ് ഈ യാദവകുലത്തിൽ ജനിച്ച് ഭൂമിയുടെ ഭാരം എത്രയും വേഗം തീർക്കണേ എന്നൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത് ഭഗവാനോട്. പിന്നീട് അവര് യാത്രയായി. കാലം പരമശോഭനമായി. ചിങ്ങമാസത്തിലെ അഷ്ടമിരോഹിണി രാത്രികാലം. ചന്ദ്രൻ അങ്ങനെ ഉദിച്ച് നിൽക്കുന്നുണ്ട്, നക്ഷത്രങ്ങൾ അങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷെ അതേസമയം മഴയും പെയ്യുന്നുണ്ട്. നല്ല മന്ദമാരുതൻ സുഗന്ധവും വഹിച്ചുകൊണ്ട് വീശുന്നുണ്ട്. സജ്ജനങ്ങൾക്കൊക്കെ വളരെ സന്തോഷം, ദുർജനങ്ങൾക്കൊക്കെ വളരെ ഭയപ്പാട്, ദുഃഖം. മഹർഷിമാരുടെ ഹോമാഗ്നികളൊക്കെ ഇങ്ങനെ നന്നായി കത്തുന്നുണ്ട്, അവർ ഹോമം ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ശോഭനമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ആ നിശീഥത്തിൽ ഭഗവാൻ കിഴക്ക് ഭാഗത്ത് ചന്ദ്രൻ ഉദിക്കുന്നത് പോലെ ആ ദേവകി പുത്രനായിട്ട് അവിടെ അവതരിക്കുന്നു. ദിവ്യരൂപത്തിൽ 4 കൈകളിൽ മിന്നും പൊന്നിൻ കിരീടം കരിവള കടകം എന്നതുപോലെ എല്ലാ വിഷ്ണുവിന്റെ എല്ലാ ചിഹ്നങ്ങളോടും കൂടി, ആഭരണങ്ങളോടും ആയുധങ്ങളോടും ഒക്കെ കൂടി ഭഗവാൻ ദിവ്യരൂപത്തിൽ ആവിർഭവിക്കുകയാണ്. വസുദേവരും ദേവകിയും മാറി മാറി ആ ഭഗവാനെ സ്തുതിക്കും. ഭഗവാൻ അവരോട് പറയും, നിങ്ങളുടെ പുത്രനായിട്ട് ഞാൻ ജനിക്കുന്നത് 3ാമത്തെ തവണയാണ്. ആദ്യം വസുദേവര് പുഷ്ടിഗർഭൻ എന്നായിരുന്നു പേര്. അന്ന് ഞാൻ നിങ്ങളുടെ പുത്രനായിട്ട് ജനിച്ചിട്ടുണ്ട്. പിന്നെ അതിഥിയും കശ്യപനും ആയിരിക്കുമ്പോൾ നിങ്ങളുടെ പുത്രനായിട്ട് ഞാൻ വാമനായിട്ട് ജനിച്ചു. ഇപ്പതാ 3ാമത്തെ തവണയാണ്. ഈ ജന്മത്തോടുകൂടി നിങ്ങൾക്ക് മോക്ഷം കിട്ടും. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രൂപത്തിൽ ജനിച്ചത്. ഞാൻ ഭഗവാനാണ് എന്ന് നിങ്ങൾ ഓർമ്മിക്കണം. മകനാണെന്ന് മാത്രം ഓർമ്മിച്ചാൽ ചിലപ്പോൾ അബദ്ധം പറ്റും. അതുകൊണ്ട് ഞാൻ ഭഗവാനാണ് എന്ന ഒരു ഓർമ്മ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ജനിച്ചത്. എന്നെ ആ യശോദയുടെ അടുത്ത് വ്രജത്തിൽ കൊണ്ട് കിടത്തണം. അവിടെ യശോദ പ്രസവിച്ച ആ പെൺകുട്ടിയെ തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ ഭഗവാൻ വസുദേവനോട് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. സാധാരണ ശിശുവായിട്ട് തീർന്നു. അങ്ങനെ വസുദേവന് ഭഗവാനെയും എടുത്തുകൊണ്ട് ചെങ്ങലയൊക്കെ മുറിഞ്ഞു വീണു. വാതിലുകൾ തന്നെ തുറന്നു. കംസന്റെ ഭൃത്യന്മാര് നോക്കാനൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഉറങ്ങിപ്പോയി. കാരണം മായാഭഗവതി അവിടെ ജനിച്ചു. എല്ലാവരും ഉറക്കത്തിലായി. വസുദേവന് കൃഷ്ണനെയും എടുത്തുകൊണ്ട് അങ്ങനെ പോവുകയാണ്. മഴ കൊള്ളാതിരിക്കാൻ അനന്തം തന്നെ കൊടയായിട്ട് വന്നു. അങ്ങനെ യമുനാ നദിയുടെ കരക്കെത്തി. യമുന വഴിമാറി. വസുദേവന് സുഖമായിട്ട് അങ്ങനെ നടന്നു. കുട്ടിയെയും എടുത്തുകൊണ്ട് അപ്പുറത്ത് ചെന്നു, വ്രജത്തിൽ ചെന്നു. അവിടെയും എല്ലാവരും ഉറക്കം. യശോദ പ്രസവിച്ചുവെങ്കിലോ യശോദ തന്നെ ഉറങ്ങിപ്പോയി. ആ കുട്ടിയെ അവിടെ കിടത്തി, ഉണ്ണിയെ അവിടെ കിടത്തി, കൃഷ്ണനെ അവിടെ കിടത്തി. ആ പെൺകുട്ടിയെ എടുത്തു കൊണ്ടുവന്നു. തിരിച്ച് കാരാഗ്രഹത്തിലെത്തി. അപ്പോഴേക്കും കാരാഗ്രഹം തനിയെ അടഞ്ഞു. വസുദേവനും ദേവകിയും ഒക്കെ ബന്ധനസ്ഥരായി. കുട്ടി കരഞ്ഞു. ആ സമയത്താണ് ഭൃത്യന്മാരെ കൊണർന്ന് കംസനെ വിവരായി അറിയിക്കുന്നത്.
ആ കുട്ടി ഉണർന്ന സന്ദർഭം മുതൽ നമുക്ക് നാളെ കേൾക്കാം. ഇപ്പോൾ നമുക്ക് കൃഷ്ണാവതാര സന്ദർഭം വായിച്ച് സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ തൃതീയോധ്യായ. ശ്രീശുക ഉവാച. അഥ സർവഗുണോപേതഃ കാലഃ പരമശോഭന യർഹ്യേവാജനജന്മർക്ഷം ശാന്തർക്ഷഗ്രഹതാരകം ദിശപ്രസേതുർഗഗനം നിർമ്മലോടുഗണോദയം മഹീമംഗളഭൂയിഷ്ഠപുരഗ്രാമ പ്രജാകര നദ്യപ്രസന്ന സലില ഹൃദാജലരുഹശ്രിയ ദ്വിജാളികുലസന്നാദസ്തവകാവനരാജയ വവൗ വായുസുഖത്പരിശ പുണ്യഗന്ധവഃ ശുചി അഗ്നയസ്തദ്വിജാദീനാം ശാന്താസ്തപ്രസമിന്ധത മനാംസ്യാസൻ പ്രസന്നാനി സാധൂനാമസുരദ്രുഹ ജായമാനേ ജനേ തസ്മിൻ നേതുർദുന്ദുഭയോതി ജഗുഃകിന്നരഗന്ധർവാ തുഷ്ടുഃ സിദ്ധചാരണാ വിദ്യാധന്യസ്തനൃതു അപ്സരോഭിः സമം തദാ മുമുചുർമുനയോ ദേവാ സുമനാംസി മുദാന്വിതാ മന്ദം മന്ദം ജലധരാ ജഗദ്ഗുരനുസാഗരം നിശീഥേ തമ ഉത്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയ ആവിരാസീത്യഥാ പ്രാച്യാം ദിശീന്ദുരിവ പുഷ്കല സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ കൃഷ്ണ ഹരേ ജയ 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 കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ തമത്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗദായുധായുധം ശ്രീവത്സലക്ഷ്മം കലശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രമയോദസൗഭൃതം മഹാർഹവൈഡൂര്യകിരീടകുണ്ടലത്വിഷാ പരിഷ്വക്തസഹസ്രകുണ്ടലം ഉദ്ദാമകാഞ്ജംഗദകങ്കണാദിഭിः വിരോചമാനം വസുദേവ ഐശ്വര സവിസ്മയോത്ഫുല്ലവിലോചനോ ഹരി സുതം കിലോക്യാനകദുന്ദുഭിസ്തദാ കൃഷ്ണാവതാരോത്സവ സംഭ്രമോസ്പൃശൻ മുദാദ്വിജേഭ്യോ യുതമാപ്ലുതോ ഗവാം അസ്മൈ നമസ്തൗദവധാര്യ പൂരുഷം പരം നദാംഗകൃതധീകൃതാഞ്ജലി സ്വരോജിഷാ ഭാരത സൂതികാഗൃഹം വിരോചയന്തം ഗതഭീ പ്രഭാവവിൽ. വസുദേവ ഉവാച. വിജിതോऽസി ഭവാൻ സാക്ഷാൽ പുരുഷ പ്രകൃതേ പര കേവലാനുഭവാനന്ദസ്വരൂപഃ സർവബുദ്ധിദൃക് സേവസ്വ പ്രകൃത്യേദം സൃഷ്ട്വാഗ്രേ ത്രിഗുണാത്മകം തദനുത്വം ഹ്യപ്രവിഷ്ട പ്രവിഷ്ട ഇവ ഭാവ്യസേ യഥേമേ വികൃതാ ഭാവാ തഥാ തേ വികൃതൈഃ സഹ നാനാവീര്യാ പൃഥഗ്ഭൂതാ വിരാജം ജനയന്തി സന്നിബദ്ധ്യ സമുൽപാദ്യ ദൃശ്യന്തെ രുഗതാ ഇവ പ്രാഗേവ വിദ്യമാനത്വാൻ ന തേഷാമിഹ സംഭവാത്. ഏവം ഭവാൻ ബുദ്ധ്യനുമേയ ലക്ഷണൈർഗ്രാഹ്യൈർഗുണൈഃ സന്നപി തദ്ഗുണാഗ്രഹ അനാവൃതത്വാൽ ബഹിരന്തരം നദേ സർവസ്യ സർവാത്മന ആത്മവസ്തുന യാത്മനോ ദൃശ്യഗുണേഷു സന്നിധി യവസ്യതേ സ്വപ്യതിരേകതോക്താ വിനാനുവാദം ന ച തന്മനീഷിതം സമ്യഗ്യതസ്ത്യക്തമുപാദതത്കുമാൻ പുസ്തോസ്തി ജന്മസ്ഥിതി സംയമാൻ വിഭോ വദന്യനീഹാദഗുണാദവിക്രിയാൽ ത്വയീശ്വരേ ബ്രഹ്മണിനോ വിരുധ്യതേ ത്വദാശ്രയത്വാനുപജഗ്യതേ ഗുണൈഃ സത്വം ത്രിലോകസ്ഥിതയേ സ്വമായയാ വിഭർഷി ശുക്ലം ഖലു വർണ്ണമാത്മന സർഗായ രക്തം രജസോപബൃംഹിതം കൃഷ്ണം ച വർണ്ണം തമസാ ജനാത്യയേ മസ്യലോകസ്യ വിഭോ നിരക്ഷിഷു ഗൃഹേ വതീർണോऽസി മമാഖിലേശ്വര രാജന്യസംജ്ഞാസുരകോടിയൂഥപൈ
നിര്യൂഹ്യമാനാനി ഹരിഷ്യസേ ചമോ അയം ത്വസഭ്യസ്തവ ജന്മനോ ഗൃഹേ സുത്വാഗ്നജാം തേന്യവധീൽ സുരേശ്വരാം സദേവതാരം പുരുഷൈः സമർപ്പിതം ശ്രുത്വാഭിസരത്തുദായുധ ശ്രീശുക ഉവാച അഭിനമാത്മജം വീക്ഷ്യ മഹാപുരുഷലക്ഷണം ദേവഗീതമുദത്തമുപാധാവൽ ഹംസാൽഭീതാ ശുചിസ്മിത ദേവഗ്യുവാച രൂപം യത്തൽ പ്രാഹുരവ്യക്തമാദ്യം ബ്രഹ്മജ്യോതിർനിർഗുണം നിർവികാരം സത്താമാത്രം നിർവിശേഷം നിരീഹം സത്വം സാക്ഷാൽ വിഷ്ണുരധ്യാത്മദീപം നഷ്ടേ ലോകേ ദ്വിപരാർത്ഥാവസാനേ മഹാഭൂതേഷ്വാദിഭൂതം ഗതേഷു വ്യഗ്രേ വ്യഗ്രം കാലവേഗേന യാതേ ഭവാനേക ശിഷ്യത്തെ ശേഷു സംജ്ഞാം യോയം കാലസ്തസ്യതേ വ്യഗ്രബന്ധോ ചേഷ്ടാമാഹുശ്ചേഷ്ടതേയേന വിശ്വം നിമേഷാദിർവത്സരാന്തോ മഹീയാൻ തം ത്വേഷാനും ക്ഷേമധാമ പ്രപദ്യേ മൃത്യോ മൃത്യുവ്യാളഭീതഫലായൻ ലോകാൻ സർവാൻ നിർഭയം നാധ്യഗച്ഛൽ ത്വൽപാദാബ്ജം പ്രാപ്തേ ദൃച്ഛയാദ്യ സ്വസ്ഥശ്ചേതേ മൃത്യുരസ്മാദവൈതി സത്വം ഘോരാകുലസേനാത്മജാസ്താൻ ഹൃദ്യവിത്രാസഹാസി രൂപം ചേദം പൗരുഷം ധ്യാനശിഷ്യം മാ പ്രത്യക്ഷം മാം സദൃശാം വിശിഷ്ഠ ജന്മദേമയ്യ സൗപാപോ മാ വിദ്യാൻ മധുസൂദനാൻ സമുദ്വിജേ ഭവദ്ധേതോ കംസാദഹമധീരധീഃ ഉപസംഹര വിശ്വാത്മൻ നദോ രൂപമലൗകികം ശംഖചക്രഗദാപത്മശ്രിയാദുഷ്ടം ചതുർഭുജം വിശ്വം യദേതൽസ്വതനൗ നിശാന്തേ യഥാവകാശം പുരുഷ പരോ ഭവാൻ വിഭർത്തി സോയം മമ ഗർഭഗോ ഭൂതഹോ നൃലോകസ്യ വിഡംബനം ഹിതൽ ശ്രീഭഗവാനുവാച ത്വമേവ പൂർവസർഗേ ഭൂഃ പുഷ്ടിസ്വായം ഭുവേ സതി തദായം സുതപാ നാമ പ്രജാപതിരകൽമഷ യുവാം വൈ ബ്രഹ്മണാദിഷ്ടൗ പ്രജാസർഗേ യഥാ തഥാ സന്ധ്യമ്യേന്ദ്രിയഗ്രാമം തേപാകേ പരമം തപ വർഷവാതാതപ ഹിമഘർമ്മകാലഗുണാനനു സഹമാനുശ്വാസരോധവിഭൂതമനോമലൗ ശീർണവർണ്ണാനിലാഹാരാ ഉപശാന്തേന ചേതസാ മത്തക്കാമാനഭീത്സന്തൗ പദാരാധനമീഹതു ഏവം വാം തപ്യതോസ്തീവ്രം തപ പരമദുഷ്കരം ദിവ്യവർഷസഹസ്രാണി ദ്വാദശേയോർമധാത്മനോഃ തദാ വാം പരിതുഷ്ടോഹമമുനാ വപുഷാനഖേ തപസാ ശ്രദ്ധയാ നിത്യം ഭക്ത്യാ ച ഹൃദി ഭാവിത പ്രാതുരാസം പരതരാൾ യുവയോ കാമദിവസയാ പ്രിയതാം വര ഇത്യുക്തേ മാതൃശോ മാം മൃതസുത അചുഷ്ടഗ്രാമ്യ വിഷയാ വനപത്യൗ ച ദമ്പതി തവവ്രാധേമവർഗം മേ മോഹിതൗ മമ മായയാ ഗതേ മയി യുവാം ലബ്ധ്വാ പരം മത്സദൃശം സുതം ഗ്രാമ്യാൻ ഭോഗാനഭുഞ്ജാഥാം യുവാം പ്രാപ്ത മനോരഥൗ അദൃഷ്ട്വാന്യതമം ലോകേ ശീലൗദാര്യഗുണൈः സമം അഹം സുതോ വാമഭവം സൃഷ്ടിഗർഭൈതി സുതാ തയോർവാം പുനരേവാഹം അദിത്യാവാസകശ്യപാൽ ഉപേന്ദ്രൈതി വിഖ്യാതോ വാമനത്വാച്ച വാമന തൃതീയേസ്മിൻ ഭവേഹം വൈ തേനൈവ വപുഷാധമാം ജാതോ ഭൂയസ്തയോരേവ സത്യം മേ വ്യാഹൃതം സതി ഏതദ്വാം ദർശനം രൂപം പ്രാഗ്ജന്മസ്മരണായ മേ നാന്യഥാമദ്ഭവം ജ്ഞാനം മർത്യലിംഗേന ജായതേ യുവാം മാം പുത്രഭാവേന ബ്രഹ്മഭാവേന ചാസകൻ ചിന്തയന്തൗ കൃതസ്നേഹൗ യാസ്യേതേ മദ്ഗതിം പരാം ശുഗ ഉവാച ഇത്യുക്ത്വാസീത് ഹരിസ്തൂഷ്ണീം ഭഗവാനാത്മമായയാ പിത്രോ സമ്പശ്യതോ സദ്യോ ബഭൂവ പ്രാകൃതശിശു തതശ്ച ശൗര്യം ഭഗവൽ പ്രചോദിത തം സമാദായ സസൂതികാഗൃഹാൽ യദാ ബഹിർഗന്തും യേഷ തർഹ്യജാ യാ യോഗമായാ ജനിനന്ദജായയാ തയാ ഹൃതപ്രത്യയ സർവവൃത്തിഷു ദ്വാസ്ഥേഷു പൗരേഷു വിശായിതേഷ്വഥ ദ്വാരസ്തു സർവാ പിഹിതാ നിരത്യയാ ബൃഹൽ കപാടായ ശൃംഖലൈഃ
താ കൃഷ്ണവാഹേ വസുദേവ ആഗതേ സ്വയം വ്യവര്യന്ത യഥാ തമോരവേ വവർഷപത്യന്യ ഉപാംശുകർജിത ശേഷോന്വകാത്വാരിനിവാരയൻ പ്രണൈഃ മഹോനിവരിഷത്യസകൃത്യമാനുജ ഗംഭീരതോയൗഘജവോർമിഭേനില ഭയാനകാവർത്തശതാംലാനദി മാർഗം ദദൗ സിന്ധുരിവ ശ്രിയപതേ നന്ദപുരം സൗതിരുപേത്യ തത്ര താൻ ഗോപാൻ പ്രസുപ്താനുപലഭ്യ നിദ്രയാ സുതം യശോദാശയനേ നിധായ തത്സുതാമുപാദായ പുനർവിധാനകാൽ ഏവത്യാശയനേന്യസ്യ വസുദേവോ സദാരികാം പ്രതിമുച്യ പദോർലോഹം ആസ്തേ പൂർവവദാവൃത യശോദാനന്ദപത്നീ ച ജാതം പരമബുദ്ധ്യത തദല്ലിംഗം പരിശ്രാന്ത നിദ്രയാവഗതസ്മൃതി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ കൃഷ്ണജന്മനി തൃതീയോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഭഗവാന്റെ കഥകൾ നാളെ തുടരും. യോഗമായ ദേവിയായിട്ട് അവതരിച്ച കുട്ടിയെ കംസൻ വധിക്കാൻ ആരംഭിക്കുമ്പോൾ ആ കുട്ടി കയ്യിൽ നിന്ന് വഴുതി പോകുന്നതും മാനത്ത് 8 കൈകളിൽ ആയുധങ്ങളൊക്കെ ആയിട്ട് ദിവ്യമായിട്ടുള്ള ദർശനം കൊടുക്കുന്നതും കംസനോട് പറയുന്നു, നിന്റെ അന്തകൻ മറ്റൊരിടത്ത് ജനിച്ചിട്ടുണ്ട് എന്നൊക്കെ. അങ്ങനെ ബാലനിഗ്രഹത്തിന് വേണ്ടി തീരുമാനിച്ചുകൊണ്ട് കംസന്റെ ഭൃത്യന്മാരോരോരുത്തരായിട്ട്, ആദ്യം പൂതന, പിന്നെ ശകടാസുരൻ, പിന്നെ തൃണാവർത്തൻ, ഇങ്ങനെ തുടങ്ങി ഓരോ അസുരന്മാരെയായിട്ട് ആ നിഗ്രഹിക്കുന്ന കൃഷ്ണന്റെ ലീലകള്, പിന്നെ ബാലലീലകള്, ഉലൂഖല മന്ത്രം തുടങ്ങിയിട്ടുള്ള ലീലകൾ, പിന്നെ വൃന്ദാവനത്തിൽ ചെന്ന് അനേക ലീലകൾ, ബ്രഹ്മമോഹനം എന്ന ലീല, പിന്നെ കാളിയമർദ്ദനം, പിന്നെ വേണുഗാനം, വിപ്രപത്നി അനുഗ്രഹം, ഇങ്ങനെ തുടങ്ങി ഗോവർദ്ധനോദ്ധാരണം, ഗോവിന്ദാഭിഷേകം, രാസലീല, പിന്നെ ധാരാളം അസുരന്മാരെ പിന്നെയും നിഗ്രഹിക്കുന്നത്. അതിനുശേഷം അക്രൂരനോടുകൂടി യമുനയിൽ ചെന്ന് യമുനാലീലകള് ഹംസനെ നിഗ്രഹിക്കുന്നത്. അതിനുശേഷം സാന്ദീപനി ആശ്രമത്തിൽ ഭഗവാൻ വിദ്യാഭ്യാസം ചെയ്യണത്. സാന്ദീപനി മഹർഷിക്ക് ഗുരുദക്ഷിണയായിട്ട് മരിച്ചുപോയ പുത്രനെ കൊടുക്കുന്നത്. അതിനുശേഷം ജരാസന്ധനുമായിട്ടുള്ള യുദ്ധങ്ങൾ, പിന്നീട് ദ്വാരക നിർമ്മിച്ച് ദ്വാരകയിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെ വെച്ച് ആദ്യമായിട്ട് രുക്മിണിയെ ഭഗവാൻ വിവാഹം കഴിക്കുന്ന രുക്മിണി സ്വയംവരമാണ് നാളെ വൈകുന്നേരം നമുക്ക് ഈ സമയത്ത് ആഘോഷിക്കാനുള്ളത്. അപ്പോൾ നാളെ മുഴുവൻ കൃഷ്ണന്റെ അത്ഭുതകരങ്ങളായിട്ടുള്ള ബാലലീലകളും കൗമാരലീലകളും യൗവനലീലകളും ഒക്കെയാണ്. ഏതായാലും പിറ്റേ ദിവസം കൃഷ്ണന്റെ ലീലകൾ തുടരും. ഇപ്പോഴാണ് കുചേലവൃത്തമൊക്കെ 2 ദിവസമേ ഉള്ളൂ, ഇനി 2.5 ദിവസമേ ഉള്ളൂ. സപ്താഹത്തില് 4 ദിവസം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പിന്നെയാവാം വിചാരിച്ചാൽ അപ്പം കഴിയാറായി. അതുകൊണ്ട് ഷീട്ട് കളിക്കുമ്പോഴേ, പണ്ട് ഈ ഷീട്ട് കളിക്കുമ്പോൾ ഷീട്ടിലിങ്ങനെ കളിയിലിങ്ങനെ ഒരു ഇത് കൂടിയിട്ടേ ഒരാൾ പറഞ്ഞു, രാത്രി ഇങ്ങനെ നേരം വൈകിട്ട് കളിക്കാണ്, നാളെ ജോലി കിട്ടണോ, അത് നിർത്തട്ടെ, ജോലി രാജിവെക്കണം, നാളെ ജോലിയുണ്ട്, പക്ഷെ രാജിവെക്കാനില്ല, പറ്റുന്ന സമയത്ത് വന്നാൽ മതി, അല്ലാണ്ട് ഇപ്പൊ ഇതൊന്നും പറയാൻ പറ്റില്ല. ഇതല്ലല്ലോ വെച്ചാൽ ഇത് പ്രധാനമാണ്. പക്ഷെ സപ്താഹത്തിൽ വരലല്ല, ഭഗവാനെ മനസ്സിൽ വിചാരിക്കലാണ് പ്രധാനം. എവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ല. ഭഗവാൻ തന്നെ പറയും, എന്റെ അടുത്ത് വരണമെന്നില്ല ഗോപികമാരോട്. അവിടെ നിന്നാണ് രാസലീല തുടങ്ങുന്നത്. ഗോപികമാരോട് പറയും, എന്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിന്നുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് കൂടുതൽ ഒരു താല്പര്യമൊന്നും ഉണ്ടാവില്ല, എന്നെ മനസ്സിൽ വിചാരിക്കാന്ന് പറയാം, എവിടെ ഇരുന്നാലും. അപ്പോൾ പറ്റുന്ന സമയത്തൊക്കെ വരിക. 2-2.5 ദിവസമേ ഉള്ളൂ ഇനി ബാക്കി. ഏതായാലും ഇതുവരെയൊക്കെ ഭംഗിയായിട്ട് ഭഗവാൻ കൊണ്ട് നടത്തിച്ചു. ബാക്കിയും തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളെ എത്തിക്കും, തീർച്ചയാണ്. ഏതായാലും നമുക്ക് 1-2 കീർത്തനങ്ങൾ ചൊല്ലി സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.
പാടുന്നു. कृष्णा हरे जय कृष्णा हरे 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 താലോലം താളത്തിലാടിയാടി നീലാരവിന്ദമിഴികൾ പൂട്ടി വൃന്ദാവനത്തിൻ്റെ പുണ്യമായി അമ്പാടി പൈതലെ നീ ഉറങ്ങൂ. കൃഷ്ണ ഹരേ ജയ कृष्णा हरे जय कृष्णा हरे कृष्णा हरे जय कृष्णा हरे തങ്കത്തളകൾ ഞാൻ ഊരി വയ്ക്കാം വൃന്ദാവനത്തെ നിശബ്ദമാക്കാം കാറ്റിനോടൊന്നു ശകാരിച്ചിടാം എന്റെ ആനന്ദ കുട്ടനുറങ്ങുറങ്ങ്. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ഗോപികളൊക്കെ ദൂരെയാക്കാം ഗോരോചനം നിന്നെ ഞാനണിക്കാം നീലാംബര ചിന്തു മൂളിടാമെൻ കണ്ണാമിഴി പൂട്ടി നീയുറങ്ങൂ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ कृष्ण हरे जय कृष्ण हरे कृष्ण हरे जय कृष्ण हरे താലോലം താളത്തിലാടിയാടി നീലാരവിന്ദമിഴികൾ പൂട്ടി വൃന്ദാവനത്തിൻ്റെ പുണ്യമായി അമ്പാടി പൈതലെ നീയുറങ്ങൂ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവാ
കിങ്കിണി പദകമല കൃഷ്ണ കങ്കണ കരയുകള കുങ്കുമ പങ്കില വക്ഷ തലവര കുവലയദള നീല ദേവാ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദധിനവനീതഹര കൃഷ്ണ കാരുണീ ചിത്തഹര ദയയാ പാലയ ദാമോദര ഹരി തുളസീദാമധര ദേവാ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ഗോവർദ്ധന ധരണ കൃഷ്ണ ഗോപീജന രമണ കോമള പല്ലവ സുന്ദര ചരണ കോകില മധുവചന ദേവാ ജയ ജയ ഭാഗവത ജയ ജയ ദേവാ ജയ ജയ നന്ദകുമാര ഹരേ കൃഷ്ണ നാരദ ഗീത ഗുണ നാരായണ വര ഭട്ടീവര ശുഭഫലദ ദേവാ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത പ്രിയ ഹേ കൃഷ്ണ വൃന്ദാവന രസിക പ്രേമിക ഭാവുക മണ്ഡല പൂജിത പാദ സരോജയുഗ ദേവാ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവാ जय जगदीश हरे कृष्ण जय जगदीश हरे जय गुरु मारुत मंदिरनाथ जय जगदीश हरे देवा जय जय भागवता जय जय भागवता देवा राधारमण मुकुंद मुरारे शरणं मे तव चरणयुगं कृष्ण शरणं मे तव चरणयुगं देवी महेश्वरी पार्वती सुंदरी शरणं मे तव चरणयुगं अम्मे शरणं मे तव चरणयुगं सांब सदा शिव शंभो शंकर शरणं मे तव चरणयुगं शंभो शरणं मे तव चरणयुगं पवन पुरेशा राधा कृष्ण शरणं मे तव चरणयुगं 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 सर्वत्र गोविंद नाम संकीर्तनं गोविंद स्वस्ति।
സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാ ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായ സമർപ്പയാമി.